20. യെശയ്യാവ് 43, 18 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. മുമ്പുള്ളവയെ നിങ്ങൾ ഓർക്കേണ്ട, പണ്ടുള്ളവയെ നിരൂപിക്കുകയും വേണ്ട. ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു. മുമ്പുള്ളവയെ നിങ്ങൾ ഓർക്കേണ്ട, പണ്ടുള്ളവയെ നിങ്ങൾ നിരൂപിക്കേണ്ട. കാരണം ഇതാ ഞാൻ പുതിയത് ഒന്ന് ചെയ്യുന്നു. അത് ഇപ്പോൾ ഉത്ഭവിക്കും. അത് റൈറ്റ് നൗ, ഇപ്പോൾ തന്നെ ഉത്ഭവിക്കും. നിങ്ങളത് അറിയുന്നില്ലയോ? നിങ്ങൾ അത് അറിയുന്നില്ലയോ? ഈ അറിവാണ്, ഈ തിരിച്ചറിവാണ് ഉണർവിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്നത്. ഹല്ലേലൂയ. നാം വി ആർ ആൻറ്റിസിപ്പേറ്റിംഗ് ഫോർ എ റിവൈവൽ ഓർ എക്സ്പെക്ടിങ് ഫോർ എ റിവൈവൽ, ബട്ട് we need to come to a confirmation that it's going to spring up right now. ഇപ്പോൾ തന്നെ സംഭവിക്കുമെന്ന് വിശ്വസിക്കണം. അല്ലല്ലേ? ഒരു 5 വർഷം കഴിഞ്ഞ്, 6 വർഷം കഴിഞ്ഞ്, 8 വർഷം കഴിഞ്ഞല്ല, മറ്റൊരാളുടെ കാലഘട്ടത്തിലല്ല, എൻ്റെ ആയുസ്സിൽ തന്നെ, എൻ്റെ ദിവസം തന്നെ അത് സംഭവിക്കും. ഇപ്പോൾ തന്നെ അത് സംഭവിക്കും. ഇപ്പോൾ തന്നെ അതിൻ്റെ ആ ടൈം ഫ്രെയിം ദൈവത്തിൻ്റെ സമയമാണ്. എങ്കിലും വിശ്വാസത്തോടെ നമ്മളത് ഏറ്റുപറയണം. അത് ഇപ്പോൾ തന്നെ സംഭവിക്കും. ആ സംഭവിക്കുന്നതിൻ്റെ തെളിവുകളാണ് അവിടെ അടുത്ത വാക്യം വായിച്ചു. അതേ ഞാൻ മരുഭൂമിയിൽ ഒരു വഴിയും മരുഭൂമിയിൽ വഴിയും നിർജ്ജന പ്രദേശത്ത് നദികളും ഉണ്ടാക്കും. നിർജ്ജന പ്രദേശത്ത് നദികളും ഉണ്ടാകും. ഞാൻ തെരഞ്ഞെടുത്തിരിക്കുന്ന എൻ്റെ ജനത്തിന് കുടിപ്പാൻ കൊടുക്കേണ്ടതിന് ഞാൻ മരുഭൂമിയിൽ വെള്ളവും നിർജ്ജന പ്രദേശത്ത് നദികളും നൽകിയിരിക്കുന്നത് കൊണ്ട് God is absolutely able to bring a wonders in the wilderness. നിർജ്ജന പ്രദേശത്ത് ആളില്ല, കൂട്ടമില്ല, ആൾക്കാരില്ല, സാധ്യമല്ല, സാധ്യതയില്ല എന്ന് പറയുന്നിടത്ത് വഴി തുറക്കാൻ, മരുഭൂമിയിൽ നിർജ്ജന പ്രദേശത്ത് ദൈവത്തിൻ്റെ ഉറവ തുറക്കുവാൻ ദൈവം വിശ്വസ്തനാണ്. ഈ കാഴ്ചപ്പാടോടെ ഇന്ന് രാത്രി നാം പ്രാർത്ഥിക്കുന്നുവെങ്കിൽ നാം ഒരുമിച്ച് തുടർന്ന് ചില വചനഭാഗങ്ങൾ ധ്യാനിക്കുന്നതിനെ ഞാൻ ഓർപ്പിച്ചു. നമ്മൾ തിയോളജിക്കലി ഒത്തിരി ഡീപ്പ് നോളജ് ഒന്നുമല്ല നമ്മൾ എക്സ്പോസ് ചെയ്യുന്നത്. നാം ഒരുമിച്ച് വചനത്തിന് ചില മർമ്മങ്ങൾ ധ്യാനിക്കുകയാണ്. അത് നമ്മെ ഉണർവിലേക്ക് നയിക്കണം. ഇന്ന് രാത്രി നമ്മുടെ ചിന്ത, വി ആർ എക്സ്പെക്ടിങ് എ റിഫ്രഷ്മെൻറ്റ് ആൻഡ് റിന്യൂവൽ ഇൻ അവർ സ്പിരിച്വൽ ജേർണി. ആത്മീയ ജീവിതത്തിൽ ഞങ്ങളൊരു പുതുക്കം ആഗ്രഹിക്കുന്നു. സ്തോത്രമല്ലേ? അതുകൊണ്ട് നിങ്ങൾ ഒത്തിരി പഴകിപ്പോയെന്നല്ലേ അർത്ഥം. ഇന്ന് വരെ കാണാത്ത, ഇന്ന് വരെ കേൾക്കാത്ത, ഇന്ന് വരെ അനുഭവിക്കാത്ത, കണ്ടിട്ടില്ലാത്ത ചില പുത്തൻ ആത്മീയ അനുഭവങ്ങൾക്ക് ഞാൻ ദൃക്സാക്ഷിയായി മാറും എന്നൊരു വലിയൊരു പ്രതീക്ഷ നമ്മുടെ അകത്തുണ്ടായിരിക്കും. അവകാശം നമ്മൾ ഈ വചനങ്ങൾ പഠിക്കാൻ പോകുകയാണ്. അപ്പോൾ ഹല്ലേലൂയ, പ്രതീക്ഷ നമ്മൾ കൈവിട്ടു പോകരുത്. പാഴ്മലകളിൽ, മരുഭൂമികളിൽ വഴി തുറപ്പാൻ ദൈവം വിശ്വസ്തനാണ്. വഴിയുള്ളിടത്ത് വഴി വെട്ടുവാനാണ് മനുഷ്യൻ്റെ വ്യഗ്രത. വഴിയില്ലാത്തിടത്ത് വഴി തുറക്കുന്നവനാണ് നമ്മുടെ ദൈവത്തിൻ്റെ വിശേഷത എന്ന് പറയുന്നത്. കാരണം ഈ ഭൂമിയുടെ തുടക്കം തങ്ങനെയാണ്. ഭൂമി പാഴായിരുന്നു, ശൂന്യമായിരുന്നു, എല്ലാവരാലും തള്ളപ്പെട്ടെന്ന് പറയാമല്ലിയ, അർത്ഥാലല്ലിയ, ആരും ഗവനിക്കാതെ കിടക്കുന്ന ഒരു സ്ഥലത്താണ് ദൈവം ഇന്ന് കാണുന്ന ഭൂമിയെ സൃഷ്ടിച്ചുയർത്തിയത്. നിങ്ങളെ ശ്രദ്ധിക്കണമല്ലിയ. ഇൻ ദ ബിഗിനിങ് ഗോഡ് ക്രിയേറ്റഡ് ഹെവൻ ആൻഡ് എർത്ത് എന്ന് പറയുമ്പോൾ തുടക്കം തന്നെ പാഴിൽ നിന്നും ശൂന്യത്തിൽ നിന്നുമാണ് സമൃദ്ധി ദൈവം പുറത്തു കൊണ്ടുവന്നത്. ഇല്ലായ്മയിൽ നിന്നാണ് ദൈവം ചിലതിനെ പുറത്തു കൊണ്ടുവന്നത്. സ്തോത്രമല്ലേ? അല്ലെ, മൃഗങ്ങൾക്ക് ഹല്ലേലൂയ ഒന്നിനും ഒരു സാധ്യതയില്ല. സകലവും വറ്റി വരണ്ട് കിടക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വെള്ളത്തിന് മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. ദാറ്റ് വാസ് റിവൈവിങ് ദർ ഹല്ലേലൂയ. ആ വെള്ളത്തിൻ്റെ ആത്മാവ് അവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഉണങ്ങിയ നിലം ഉയർന്നു വരുന്നതും വെളിച്ചം പുറത്തു വരുന്നതും മൃഗങ്ങൾ സഞ്ചരിക്കുവാൻ തുടങ്ങുന്നതും പക്ഷികൾ സഞ്ചരിക്കുവാൻ തുടങ്ങുന്നതും. എന്തിനേറെ പറയുന്നു, മനുഷ്യനെ മണ്ണിൽ നിന്ന് ഉത്ഭവിക്കുവാൻ പോലും ദൈവം തിരഞ്ഞെടുത്തത് പാഴിൽ നിന്നാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി നമുക്ക് വിശ്വസിക്കാൻ കഴിയുമോ, എൻ്റെ ഈ ശൂന്യതയിൽ നിന്ന് ഒരു പുതു സൃഷ്ടി നടക്കും, എൻ്റെ നിർജീവത്തിൽ നിന്ന് ഒരു പുതു സൃഷ്ടി നടക്കും. ഗോഡ് ഈസ് ഗോയിങ് ടു റിവൈവ് മീ. അങ്ങനെ എനിക്കൊരു ജീവിതം ചൈതന്യം ദൈവം തരാൻ പോവുകയാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞ ഒരു പദം പ്രവാചകൻ പറയാണ്, അതിന് നാം ചെയ്യേണ്ട ഒന്നാമത്തെ പടി ഹല്ലേലൂയ, വി നീഡ് ടു ഗെറ്റ് റെഡി ടു ഫോർഗെറ്റ് സർട്ടൻ തിങ്സ്. ചില കാര്യങ്ങൾ മറക്കാൻ തയ്യാറാക്കണം. നമ്മളെ സംബന്ധിച്ച് ഈ ഓർമ്മയെക്കാട്ടി കൂടുതൽ പഴയ കാര്യങ്ങളെ മറക്കാനാണ് ബുദ്ധിമുട്ട്. നമുക്ക് ഈ എനിക്ക് വലിയ ഓർമ്മയൊന്നുമില്ല, പക്ഷെ അടുത്തൊന്ന് സംസാരിച്ച് നോക്കണം. ഈ ആൾക്കാർ ചെയ്ത ഉപകാരമൊന്നും ഓർമ്മയില്ലെങ്കിലും ഉപദ്രവമൊക്കെ നമ്മൾ ഓർത്തിരിക്കും. കഷ്ടങ്ങളെക്കുറിച്ചാണ് കൂടുതൽ ഓർക്കുന്നത്, നന്മകളൊക്കെ പെട്ടെന്ന് മറന്നു. ഇന്നത്തെ പാട്ടിലൊക്കെ എത്രയോ പ്രാവശ്യം പറഞ്ഞല്ലിയ, എന്നോടുള്ള സർവ്വ നന്മകൾക്കായി ഞാൻ നന്ദി കൊണ്ട് ദൈവത്തെ സ്തുതിക്കും അല്ലിയ. ആ ദൈവത്തെ സ്തോത്രം ചെയ്യണം. ദൈവം നമുക്ക് ചെയ്ത ഉപകാരങ്ങൾ, ഒരു സങ്കീർത്തനം തന്നെ അങ്ങനെ ഡിവോട്ടഡ് ആയിട്ടുണ്ട്. 103-ാം സങ്കീർത്തനം. അവൻ ചെയ്ത ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്. 6 പ്രാവശ്യമാണ് ആ ചിന്ത അതിനകത്തുള്ളത്. ദൈവം ആരാണെന്ന് മറക്കരുത്, ദൈവത്തിൻ്റെ സ്വഭാവം മറക്കരുത്, ദൈവം പാപം ക്ഷമിച്ചത് മറക്കരുത്, ദൈവം നിങ്ങളെ നടത്തിയ വിധങ്ങളെ മറക്കരുത്, ദൈവം നിങ്ങളെ എന്താക്കുമെന്നുള്ള വിധം മറക്കരുത്, നാം പൊടിയെന്ന് ഓർക്കുന്ന ദൈവത്തെ മറക്കരുത്. അപ്പം ദൈവത്തെ നാം മറന്നുകൂടാ. എന്നാൽ ഇവിടെ ചില കാര്യങ്ങളെ പരിശുദ്ധാത്മ പറയുകയാണ്, ഇന്നലകളെ നാം മറക്കാൻ തയ്യാറാകണം. ചില
കയ്പിൻ്റെ അനുഭവങ്ങൾ, ഇന്നലകളെ മറന്നിട്ട് ആ ഫ്രെയിമിൽ നിന്ന്, ആ കൺഫൈൻമെൻറ്റിൽ നിന്ന്, ആ ബന്ധനത്തിൽ നിന്ന് പുറത്ത് വന്നിട്ട് ഒരു ശുഭഭാവിക്ക് വേണ്ടി സ്വപ്നം കാണും. അതുകൊണ്ടാണ് ഇന്ന് രാത്രി അല്ലല്ലേ പണ്ടുള്ളവയെ നിങ്ങൾ ഓർക്കണ്ട, പഴയ ചരിത്രം പറഞ്ഞ് പഴയ റെക്കോർഡ് നോക്കി പഴയ കാലങ്ങൾ നോക്കിയിട്ടിരുന്നാൽ യു കനോട്ട് ബി റിവൈവ്ഡ്. അതിനെന്ത് ചെയ്യണം? പണ്ടുള്ളവയെ നിങ്ങൾ ഓർക്കണ്ട, മുമ്പുള്ളവയെ നിരൂപിക്കുകയും വേണ്ട, ചിന്തിക്കുക പോലും വേണ്ട. കാരണം ദൈവം പുതിയത് ചെയ്യുന്ന ദൈവമാണ്. ഇന്ന് രാത്രികാലം നമുക്ക് അങ്ങനെ ഒരു സ്വപ്നം കാണാം, എൻ്റെ ജീവിതത്തിൽ ദൈവം ഒരു പുതിയ കാര്യം ചെയ്യും. എത്ര പേരത് വിശ്വസിക്കുന്നു? ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, ഒരു വലിയൊരു പ്രസംഗമല്ല നമ്മൾ ഒരുമിച്ച് ചിന്തിക്കുന്നത്. ഒരു 1.5 മണിക്കൂർ എനിക്ക് പ്രസംഗിക്കുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല, വചനം പഠിപ്പിക്കാനും ബുദ്ധിമുട്ടില്ല. പക്ഷേ ഇന്ന് രാത്രി നിങ്ങളിൽ ദൈവം ചിലത് ചെയ്യണമെന്ന് ഞാനും സ്വപ്നം കാണും. അല്ലല്ലോ, കാരണം നമ്മളെക്കുറിച്ച് ദൈവത്തിനൊരു സ്വപ്നമുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. വ്യക്തികളെക്കുറിച്ച് ദൈവത്തിനൊരു സ്വപ്നമുണ്ട്. വ്യക്തികളെക്കുറിച്ച് ഒരു സ്വപ്നമുണ്ട്. ആ സ്വപ്നം ഇതാണ്. സ്തോത്രം. ഹല്ലേലൂയ. മനുഷ്യൻ നല്ലതെന്തെന്ന് തിരിച്ചറിയുവാനും ദയാതൽപരനായിരിക്കാനും താഴ്മയോടെ നടക്കുവാനും ദൈവത്തിൻ്റെ സന്നിധിയിൽ വിനയപ്പെടുവാനും അല്ലാതെ ദൈവം എന്താകുന്നു നിന്നോട് ആവശ്യപ്പെടുന്നു. മീക 6:5 അപ്പം ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് വിനയമുള്ള, സൗമ്യതയുള്ള, താഴ്മയുള്ള ഒരു മനുഷ്യരായി ജീവിക്കുവാൻ വേണ്ടി. ഗോഡ് ഈസ് എക്സ്പെക്ടിങ് ഹ്യൂമിലിറ്റി ഓൾ ദ ടൈം ഫ്രം എവറി ഹ്യൂമൻ ബീങ്. എല്ലാവരിൽ നിന്നും, ഭർത്താവിൽ നിന്നും, ഭാര്യയിൽ നിന്നും, പാസ്റ്ററിൽ നിന്നും, വിശ്വാസികളിൽ നിന്നും ദൈവത്തിൻ്റെ സ്വപ്നം വിനയം. എൻ്റെ മുഖം, ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകിയാൽ എൻ്റെ മുഖം ഏറ്റെടുത്തുകൊണ്ട് എന്നോട് പഠിക്കണം. അപ്പോൾ യേശുവിൻ്റെ കൂടെ നടക്കുന്നവരെ അല്ലെങ്കിൽ വലിയവരാക്കുമെന്ന് പറയുന്നതിനേക്കാൾ എളിയവരാക്കുമെന്ന് പറയുന്നതാ വചനം. യേശുവിൻ്റെ കൂടെ നടന്നാൽ, യേശുവിനെ കണ്ടാൽ പിന്നെ നമുക്ക് തന്നെ തോന്നും, യോഹന്നാൻ പറയും, അവൻ വളരണം, ഞാൻ കുറയണം. ഇതൊക്കെ വലിയ വലിയ അനുഭവങ്ങളാണ്. അപ്പോൾ എല്ലാ വ്യക്തികളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ സ്വപ്നമാണ്. ഇവിടെ ഇരിക്കുന്ന എല്ലാവരെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ സ്വപ്നം വിനയമുള്ളവരും താഴ്മയുള്ളവരും. അതേ ഒരു വാക്യമാണ്. ഇവിടെ വന്നപ്പോൾ നല്ല ഈ വാക്യങ്ങളൊക്കെ ചോദിച്ചു. ഇവിടെ ഇരിക്കുന്ന എൻ്റെ നാമം വിളിക്കപ്പെട്ട എൻ്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി തങ്ങളുടെ ദുർമാർഗ്ഗങ്ങളെ വിട്ട് വിളിച്ചപേക്ഷിച്ച ദൈവം സ്വർഗ്ഗത്തിൽ നിന്ന് കേട്ട് ദേശത്തിന് എന്ത് തരും? സൗഖ്യം തരും. അപ്പോൾ വിനയമുള്ളവിടത്താണ് സൗഖ്യം വ്യാപരിക്കുന്നത്. നമ്മുടെ തലമുറകളെക്കുറിച്ച് ദൈവത്തിന് സ്വപ്നമുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള സ്വപ്നമാണ്. ചില ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ, അത് മശിഹായെക്കുറിച്ചുള്ള പ്രവചനമാണെങ്കിൽ പോലും എല്ലാ ജനറേഷനെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ സ്വപ്നം ഇതാണ്: സർപ്പത്തിൻ്റെ തല തകർക്കുന്ന ഒരു സന്തതി പുറത്തു വരും. ഇവിടെ ഓടി നടക്കുന്ന, ഇന്ന് ഈ കുസൃതി കാണിക്കുന്ന കുഞ്ഞുങ്ങളെയൊക്കെ നോക്കി നമ്മൾ പ്രവചിക്കണം, അല്ലയ്യ, ഇത് സർപ്പത്തിൻ്റെ തല തകർക്കുന്ന സന്തതികളാണ്. പിശാചിൻ്റെ പദ്ധതികളെ പൊളിച്ചെഴുതുന്ന, അന്യായത്തങ്ങളെ ശാസിക്കുന്ന, അകത്തളങ്ങളിൽ പിശാച് എഴുതി വെച്ചിരിക്കുന്ന രേഖകളെ അതിൻ്റെ തായ്വേര് അറുത്തു മാറ്റുവാൻ കഴിവുള്ള കരുത്തുള്ള തലമുറകളാണ് പിശാചിൻ്റെ തല തകർക്കുന്ന സന്തതികളാണ്. അങ്ങനെ നാം പ്രവചിക്കണം. സ്വർഗം അങ്ങനല്ലേ പറഞ്ഞത്? അല്ലെങ്കിൽ യേശുവിനെ കുറിച്ചുള്ള പ്രവചനമായിരിക്കാം. അപ്പോൾ തന്നെ എല്ലാ കാലത്തും എല്ലാ തലമുറകളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ സ്വപ്നം പിശാചിൻ്റെ പദ്ധതികളെ, പിശാചിൻ്റെ ചിന്തകളെ, പദ്ധതികളെ, പിശാചിൻ്റെ പാവങ്ങളെ, ഡിവൈസസിനെ, പിശാചിൻ്റെ എല്ലാ സ്ട്രാറ്റജികളെയും തകർക്കുന്ന ഒരു തലമുറ പുറത്തു വരും. ഹല്ലേലൂയ. പിശാചിൻ്റെ കയ്യിലെ കളിപ്പാട്ടമായി മാറുന്ന, പിശാചിൻ്റെ കയ്യിലെ ആയുധമായി മാറുന്ന, പിശാചിന് ഇടം കൊടുക്കുന്ന തലമുറയല്ല ഞാൻ സ്വപ്നം കാണുന്നത്. ഞാൻ പ്രസംഗിക്കുന്നത് നാം ഒരുമിച്ച് വിശ്വസിക്കുന്നു. അവർ ചിൽഡ്രൻ ആർ ഏബിൾ ടു ട്രാമ്പിൾ അപ്പോൺ എവറി ഡിവൈസ് ഓഫ് ദ എനിമി. പിശാചിൻ്റെ തലയെ തകർക്കുന്ന ഒരു സന്തതി പുറത്തു വരും. സഭയെക്കുറിച്ചും ദൈവത്തിന് സ്വപ്നമുണ്ട്. എൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും. എൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും. മറ്റൊന്നും ഇവിടെ കൊടുക്കാതെ, അല്ലയ്യ, പ്രാർത്ഥനയ്ക്കും ആരാധനയ്ക്കും ദൈവനാമ മഹത്വത്തിനും പുകഴ്ചയ്ക്കുമായി നിന്നു കൊടുക്കുന്ന ഒരു കൂട്ടത്തെയാണ് ദൈവത്തിൻ്റെ സ്വപ്നം. ആ സഭയെക്കുറിച്ചാണ് യേശു പറഞ്ഞത്, ഞാൻ എൻ്റെ സഭയെ പണിയും. ഹല്ലേലൂയ. IPCയും ചർച്ചക്കോടും ഷാരൂരും ന്യൂ ഇന്ത്യ ഒന്നും പണിയാൻ എന്നെ കിട്ടത്തില്ല. ഞാൻ എൻ്റെ സഭയെ പണിയും. വേണമെങ്കിൽ നിങ്ങൾക്ക് ആ പണിയിൽ കൂട്ടുവേലക്കാരായി മാറാം. അതിനെ പൊളിക്കുവാൻ ഒരു പാതാള ഗോപുരങ്ങൾക്കും കഴിയത്തില്ല. സ്വർഗത്തിൻ്റെ കയ്യൊപ്പുള്ള, സ്വർഗത്തിൻ്റെ വിരലടയാളമുള്ള, സ്വർഗം മുദ്രയിട്ടിരിക്കുന്ന കൂട്ടത്തെ തകർക്കുവാൻ ഒരു പട്ടണഭൂതങ്ങൾക്കോ ഒരു അശുദ്ധ ശക്തികൾക്കോ കഴിയത്തില്ലെന്നുള്ള വെളിപ്പാട് ഇന്ന് രാത്രി ജനങ്ങൾക്കുണ്ടായിരിക്കണം. ഹല്ലേലൂയ. നമുക്ക് ചില പാഠങ്ങൾ ആത്മാവിൽ പഠിക്കാം. ഇന്നലകളും വാട്ട് ഹാപ്പൻ ഓൺ ദ യെസ്റ്റർഡേ ആൻഡ് വാട്ട് ഈസ് ഗോഡ്സ് പ്ലാൻ ഫോർ ടുമോറോ ഓർ ടുഡേ. ഇന്നത്തേക്കുള്ള ഇന്നലകൾ ആവർത്തിക്കാതെ ഒരു പുതുക്കത്തിൻ്റെ അനുഭവത്തെക്കുറിച്ച് ചില ആത്മീയ പാഠം. ഇതെല്ലാം നിങ്ങൾക്ക് അറിയാവുന്ന വേദഭാഗങ്ങളാണ് ഞാൻ പ്രാർത്ഥനയോടെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഒരു പഴയ ചരിത്രങ്ങളിൽ നിന്നും പുതിയ ചരിത്രങ്ങളിൽ നിന്നൊക്കെ എല്ലാവർക്കും സുപരിചിതമായ ഭാഗങ്ങൾ, അവിടെയുള്ള ആത്മീയ വെളിപ്പാടുകൾ മാത്രം ഞാൻ കൈമാറുന്നു. ഒന്നാമത്തെ ചിന്തയിൽ നമുക്കറിയാവുന്ന ഭാഗം ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിലേക്ക് പോകാം. നിങ്ങൾ ചിന്തിക്കണം, ഞാൻ പറയാൻ പോകുന്ന പദം ഇതാണ്: ഇന്നലകൾ ഇനിയും ദൈവം ആവർത്തിക്കത്തില്ല. ഇന്നലകൾക്ക് ഒരു വ്യത്യാസം ദൈവം തരും.
ഇന്നലത്തെ സമർപ്പണം നല്ലത്, ഇന്നലത്തെ ആരാധന നല്ലത്, ഇന്നലത്തെ ഏറ്റുപറച്ചിൽ നല്ലത്, ഇന്നലത്തെ ഹല്ലേലൂയ എല്ലാം നല്ലതാണ്. പക്ഷേ ഇന്നലെ അല്ല ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് ഒരു നാളെയുടെ സ്വപ്നമുണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഉൽപ്പത്തി 22:13 ഒന്നാമത് വായിക്കുന്നത്. ഇവിടുത്തെ ചിന്ത ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്കറിയാവുന്ന ഭാഗമാണല്ലോ. അബ്രഹാമിൻ്റെ മോറിയാമലയിലെ യാഗമാണ് ചിന്ത. വേണമെങ്കിൽ ഒന്ന് വായിച്ചു. അബ്രഹാം തലപൊക്കി നോക്കിയപ്പോൾ ഒരു ആട്ടിൻകുട്ടി കൊമ്പ് കാട്ടിൽ കുരുങ്ങി കിടക്കുന്നതായി കണ്ടു. അബ്രഹാം ചെന്ന് അതിനെ പിടിച്ചു കൊണ്ടുവന്ന് തൻ്റെ മകനായ ഇസഹാക്കിന് പകരമായി അതിനെ എന്ത് ചെയ്തു? യാഗം കഴിച്ചു. ഈ യാഗത്തിൽ ഇപ്പോൾ എത്ര പേരുണ്ട്? ഞാൻ ഇന്നലെ പറഞ്ഞു, നമ്മൾ ഒരുമിച്ചാണ് ശുശ്രൂഷിക്കുന്നത്. നിങ്ങളോട് ചേർന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഉറക്കവും പോയി, എനിക്കൊരു സന്തോഷം. അപ്പോൾ പറഞ്ഞാട്ട് നമ്മൾ എത്ര പേരുണ്ട് ഈ യാഗത്തിന്? ഇപ്പം മോറിയാമലയിൽ യാഗത്തിന് എത്ര പേരുണ്ട്? 3 പേരുണ്ട്. അബ്രഹാം ഒരപ്പൻ, പിന്നെ ദൈവശബ്ദം കേട്ട് ഇറങ്ങി പുറപ്പെട്ട ഒരപ്പൻ. സ്തോത്രം. അനുസരണത്തോടെ സമർപ്പണത്തോടെ നിന്നുകൊടുത്ത ഒരു മകൻ. ഹല്ലേലൂയ. ദൈവത്താൽ പിടിക്കപ്പെട്ട് ആക്കി വെച്ച ഒരു ആട്ടിൻകുട്ടി. ഇത്രയും പേരേ ഉള്ളൂ. സന്തോഷമുണ്ടോ? അപ്പോൾ ഇത്രയും പേരുണ്ടെങ്കിൽ എന്ത് നടക്കും? ഉറക്കെ പറഞ്ഞാട്ടെ. ഇത്രയും പേരുണ്ടെങ്കിൽ എന്ത് നടക്കും? സമായം നടക്കുന്നു. പറഞ്ഞു ഇത്രയും പേര് മതി. ഹല്ലേലൂയ. സമർപ്പിക്കാനുള്ള ഹല്ലേലൂയ 2 3 പേർ എവിടെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ എന്ത് നടക്കും? ആരാധന നടക്കും. ഹല്ലേലൂയ. മഹായോഗം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഓർക്കും 10,000-15,000 പേര് വേണമെന്നൊക്കെ. ഇത്രയും വേണോ ചാർലി പാസ്റ്റേ? മഹായോഗത്തിന് എത്ര പേര് വേണം? ബൈബിൾ പ്രകാരം മഹായോഗത്തിന് എത്ര പേര് വേണം? 2 പേര് മതി. മോശയെക്കുറിച്ച് പറയുന്നത് അന്ന് മഹായോഗത്തിൽ ദൈവം ഇറങ്ങി വന്ന് തൻ്റെ കൽപ്പന എൻ്റെ കയ്യിൽ തന്നെന്ന്. അവിടെ എത്ര പേരുണ്ടായിരുന്നു? ദൈവം മോശയെ മാത്രമേ ഉള്ളൂ. എല്ലാ ദൈവം ഉണ്ടോ ആ യോഗത്തിൻ്റെ പേര് മഹായോഗമെന്ന്. പുറപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിലും 24-ാം അധ്യായത്തിലും ആവർത്തിച്ച് പറയുന്നുണ്ട്, അന്ന് മഹായോഗത്തിൽ ദൈവത്തിൻ്റെ പാദസ്പർശനം ഞാൻ കണ്ടു. അന്ന് മഹായോഗത്തിൽ ദൈവത്തിൻ്റെ കയ്യൊപ്പുള്ള രേഖ എൻ്റെ കയ്യിൽ കിട്ടി. അന്ന് മഹായോഗത്തിൽ പലക ദൈവത്തിൻ്റെ പണിയും എഴുത്ത് ദൈവത്തിൻ്റെ വിരലുകളുടെ എഴുത്തുമായിരുന്നു. അതെ, ഇന്ന് രാത്രിയിലും ഇവിടെ ദൈവസാന്നിധ്യമാണ് വലുതാകുന്നത്. ദൈവസാന്നിധ്യം നിങ്ങളുടെ അടുത്ത്, അപ്പനേക്കാൾ അമ്മയേക്കാൾ നിങ്ങളുടെ അടുത്ത് കർത്താവിൻ്റെ സാന്നിധ്യമുണ്ട് എന്ന ബോധ്യം നമുക്കുണ്ടായിരിക്കണം. ഇവിടെ ആരാധനയ്ക്ക് ഒരപ്പൻ സമർപ്പണത്തോടെ, അവിടെ വിശദീകരണം ആവശ്യമില്ല, അല്ലെങ്കിൽ വിളി കേട്ട് ഇറങ്ങി പുറപ്പെട്ടെ ഈ സഭയോടുള്ള ദൈവത്തിൻ്റെ ചില ആലോചനകളും ഇന്ന് രാത്രി കൈമാറുവാൻ എനിക്ക് കർത്താവിന് നിയോഗമുണ്ട്. അപ്പോൾ തന്നെ ഇവിടെ കടന്നു വന്നിരിക്കുന്ന ഓരോരുത്തരെയും നിങ്ങളുടെ തലയിൽ തൊടുന്നില്ലെങ്കിലും പേര് ചൊല്ലി വിളിക്കുന്ന പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി നിങ്ങൾക്കുള്ള ദൂതായി കൈമാറുന്നത് ഒന്നല്ല, സഭയോടുള്ള ദൂതാണ്. ഇപ്പോൾ നോക്കിയാൽ ശൂന്യതയാണ് കാണുന്നത്. ആരാധനയ്ക്ക് ഞങ്ങൾക്ക് സമർപ്പണമുണ്ട്. ദൈവ ശബ്ദം കേട്ട് ഇറങ്ങിയതാണ്. അങ്ങ് പറഞ്ഞതുപോലെ ഞങ്ങൾ വിറക് കീറി, അങ്ങ് പറഞ്ഞതുപോലെ ഞങ്ങൾ യാഗപീഠം കെട്ടി, അങ്ങ് പറഞ്ഞതുപോലെ ഹല്ലേലൂയ ഒരുക്കേണ്ടതെല്ലാം ഒരുക്കി, അങ്ങ് പറഞ്ഞതുപോലെ കെട്ടേണ്ടത് ഞങ്ങൾ കെട്ടി, കല്ലുകൾ അടുക്കി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പ്രവൃത്തിക്കായി ആവോളം ഞാൻ സമർപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഞാനൊരു ശൂന്യത കാണുന്നു. ഒരാട് മാത്രമേ ഇവിടെയുള്ളൂ. ഈ മോറിയാമല ഒരു ആരാധന സ്ഥലമായിട്ട് എന്നെങ്കിലും മാറുമോ? എൻ്റെ സമർപ്പണത്തെ എന്നെങ്കിലും ദൈവം ആദരിക്കുമോ? ഈ മോറിയാമലയിൽ ഒരു പേര് മാറിക്കിട്ടുമോ? ഞാൻ താഴ്വാരത്തിൽ വെച്ച് എൻ്റെ മകനോട് ഞാൻ ഹൃദയം തുറന്നു പറഞ്ഞു, മകനെ യഹോവ കരുതിക്കൊള്ളുമെന്ന്. ആരും കേൾക്കാതെ ബാല്യക്കാർക്ക് മനസ്സിലാകാത്ത ഒരു ഭാഷ എൻ്റെ മകനോട് പറഞ്ഞു. പക്ഷെ ഞാൻ ഇപ്പോൾ കാണുന്നു, ഒരു ആട്ടിൻകുട്ടിയെ കാണുന്നു. പക്ഷെ പരിശുദ്ധാത്മാവ് കുറിച്ചു വെച്ചു, എൻ്റെ ദാസൻ എൻ്റെ വചനപ്രകാരം ഈ മലയുടെ മുകളിൽ നടന്നു കയറിയെങ്കിൽ ഇസഹാക്ക് അവൻ്റെ പിതാവിനോട് കേട്ട വചനത്തിന് ആജ്ഞ അനുസരിച്ച് കയ്യും കാലും കെട്ടുവാൻ നിന്നുകൊടുത്ത് യാഗപീഠത്തിൽ മൃഗമായി മാറി കിടക്കുവാൻ നിന്നുകൊടുത്തെങ്കിൽ ഇന്ന് രാത്രി ഞാൻ ആ സ്ഥലത്തെ വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. എല്ലാ സമർപ്പണത്തിനും ഒരു വർധനവുണ്ട്. എത്ര പേരത് വിശ്വസിക്കുന്നു? If you commit yourself, hallelujah, you can expect an expansion there. ഇന്ന് രാത്രി സമർപ്പിച്ചിട്ടുണ്ടോ? അത് കുടുംബത്തിലാണേലും, in spiritual life, physically, mentally, financially, in every aspect you can expect an enlargement. സമർപ്പിക്കപ്പെട്ടിടത്ത് ഒരു വർധനവുണ്ട്. ഹസ്തുരാധകന് വർദ്ധനവിന് കുറുക്കു വഴികളില്ല, വർധനവിന് ഷോർട്ട് കട്ട്സ് ഇല്ല, സമർപ്പണത്തിലാണ്. ഹല്ലേലൂയ. പത്രോസ് എഴുതിയത് എന്താണ്? അവൻ നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തേണ്ടതിന് അവൻ്റെ ബലമുള്ള ദൈവത്തിൻ്റെ കയ്യിൽ താണിരിക്കുക. അതിനെക്കുറിച്ചൊക്കെ വ്യാഖ്യാനിക്കണമെന്നുണ്ടല്ലോ. ദൈവത്തിൻ്റെ കയ്യിൽ താണിരിക്കുക എന്ന് പറഞ്ഞാൽ ചുമ്മാതിരിക്കുക എന്നല്ല. വി ഷുഡ് ബി റെഡി ടു ഗോ ത്രൂ എവറി സഫറിങ് ഇൻ അവർ ലൈഫ്. ദൈവത്തിൻ്റെ കരം അനുവദിക്കുന്ന സകലത്തിലും സമർപ്പിച്ചു കൊടുത്താൽ ആ കൈ നമ്മളെ ഉയർത്തുന്ന കരമാണ്. ഹല്ലേലൂയ. അപ്പം ദൈവകരങ്ങളിലേക്ക് ഒരു അപ്പനും മകനും സമർപ്പിച്ചു കൊടുത്തപ്പോൾ ദൈവം മാർക്കിട്ട് ദൈവത്തിൻ്റെ കലണ്ടറിൽ, ദൈവത്തിൻ്റെ ജോഗ്രഫിയിൽ, ഞാൻ ദൈവദാസനോട് പറഞ്ഞു, ഞാൻ ഈ നോവാ സ്കോഷ്യയെക്കുറിച്ച് ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ഞാനിവിടെ വന്നിട്ടില്ല, കാരണം കാനഡയുടെ പല സ്ഥലങ്ങളും പോയി പ്രസംഗിച്ചിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഒരു സ്ഥലം ഇവിടെ ഉണ്ടെന്നും ഇങ്ങനെ കുറേ മനുഷ്യരിവിടെ ജീവിക്കുന്നുണ്ടെന്നും ഒക്കെ ഇന്നലെ വന്നപ്പോഴാണ് കണ്ടത്. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കും. ഞാനാണെങ്കിൽ വരത്തിലുള്ള കാര്യം തുറന്നു പറയാമായിരുന്നു. ഞാനാണെങ്കിൽ
വരത്തില്ലായിരുന്നു കേട്ടോ. നല്ല നല്ല ഭൂപ്രകൃതി, അല്ലെങ്കിൽ ശാന്തം സുന്ദരമായ സ്ഥലം, അല്ലെങ്കിൽ എല്ലാം ഒരു വളരെ അനുഗ്രഹിക്കപ്പെട്ട സ്ഥലമാണ്. എനിവേ, ഞാൻ പറഞ്ഞു വന്നതിൻ്റെ കാരണം, നിങ്ങൾ തീരുമാനിച്ചല്ലോ, സമർപ്പിച്ചല്ലോ, മോറിയാമലയിൽ നടന്നു കയറുവാൻ തീരുമാനിച്ചാൽ ആ ഭൂപ്രകൃതിയെ ദൈവം മാർക്കിട്ടു. ഞാനിത് വെളിപ്പാടോടെ ഇങ്ങനെ പറഞ്ഞെങ്കിലും വെളിപ്പാടോടെ പറയുകയാണ്, നിങ്ങൾ സമർപ്പണത്തോടെ എടുത്ത തീരുമാനത്തെ ദേവദാസന്മാർ ആത്മാവിൽ സ്വീകരിച്ചാട്ട് നിങ്ങൾ സമർപ്പണത്തോടെ ഒരു സ്ഥലത്തെ തീരുമാനിച്ചാൽ ആ സ്ഥലം സ്വർഗത്തിൻ്റെ ഭൂപടത്തിലുണ്ട്. അത് നിങ്ങൾ വിശ്വസിക്കുന്നു? ദൈവത്തിൻ്റെ ഭൂപടത്തിൽ ദൈവം ഇത് മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഹല്ലേലൂയ. അങ്ങനെ ഞാൻ മോറിയാമലയെ തള്ളിക്കളയത്തില്ല. ഹല്ലേലൂയ. മൂർച്ചയുള്ള കത്തിയും കത്തുന്ന തീയുമായി എൻ്റെ ദാസൻ മല കയറിയെങ്കിൽ, റീബാന ഹത്തുരാധകന, വചനമായി ആത്മാവുമായി എൻ്റെ ദാസൻ മല കയറിയെങ്കിൽ, ഹല്ലേലൂയ, ഏകജാതനായ മകനെ തരുവാൻ മടിക്കാതെ എൻ്റെ ദാസൻ മല കയറിയെങ്കിൽ, അവൻ്റെ കൂടാരത്തിൽ ആയിരക്കണക്കിന് ആടുള്ളപ്പോഴും അതെല്ലാം അവിടെ നോക്കി നിൽക്കുമ്പോൾ എല്ലാ സാധ്യതകളും സാഹചര്യങ്ങളും എല്ലാം പുറകിലെറിഞ്ഞിട്ട് എൻ്റെ ദാസൻ മല കയറിയുമെങ്കിൽ, വിറക് ചുമക്കുവാൻ ആരോഗ്യമുള്ള വേലക്കാർ, ഹല്ലേലൂയ, സഹായികൾ കൂടെയുള്ളപ്പോൾ അവരെ മാറ്റി നിർത്തി വിശ്വാസത്തിൻ്റെ വാക്ക് പറഞ്ഞ് ഞാനും മകനും അവിടത്തോളം പോയി ആരാധന കഴിക്കുമെന്ന് വാക്ക് പറഞ്ഞെങ്കിൽ, ആൾക്കൂട്ടം കൂടെയില്ല, ആൾക്കൂട്ടത്തിൻ്റെ പെരുപ്പില്ല. ആയിരക്കണക്കിന് ഹല്ലേലൂയ ജോലിക്കാർ വീടുള്ള അബ്രഹാമാണ്. 318 അഭ്യാസികൾ വളരുന്ന വീടുള്ള അബ്രഹാമിൻ്റെ വീടാണ്. ദേശത്ത് പ്രഭുവായ അബ്രഹാമാണ്, സമ്പന്നനായ അബ്രഹാമാണ്. പക്ഷേ ആരാധന വിഷയത്തിൽ ഞാൻ ഏകനായി മല കയറുകയാണ്. പ്രാർത്ഥനാ വിഷയത്തിൽ എൻ്റെ സകല സാധ്യതകളെയും സകല സാഹചര്യങ്ങളെയും സകല സമ്പത്തുകളെയും ഞാൻ പുറകിലെറിഞ്ഞുകൊണ്ട് ഇന്ന് ഞാൻ മല കയറുന്നുവെങ്കിൽ എനിക്കൊരു കാര്യം ഉറപ്പാണ്, സ്വർഗം അത് മാർക്കിട്ട് കഴിഞ്ഞു. നിങ്ങൾ ഇരുന്ന് ആരാധിക്കുന്ന ഈ സ്ഥലം സ്വർഗത്തിൻ്റെ കണ്ണിൽ പെട്ടു എന്ന് എത്ര പേർക്ക് ഇന്ന് രാത്രി ഉറപ്പുണ്ട്? ദൈവദാസന്മാരെ, ദൈവദാസിമാരെ, നിങ്ങളുടെ ഭവനം സ്വർഗം അടയാളപ്പെടുത്തി, നിങ്ങൾ ആരാധിക്കുന്ന ആലയം സ്വർഗം അടയാളപ്പെടുത്തി, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഇടത്തെ സ്വർഗം അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഡരബന സിഖാരി ബല ഹബ്ധരാധന. ഹല്ലേലൂയ. ഓ രേഖാരാമന സിയാരന ദിയാര. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം അടയാളപ്പെടുത്തി കഴിഞ്ഞാൽ അതിൻ്റെ വർധനവ് നിങ്ങൾ അറിയണം. 2 ദിനവൃത്താന്തം 3-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം വായിക്കാം. 2 Chronicles chapter 3 verse 1. ശലോമിൽ തന്റെ അപ്പനായ അനന്തരം ശലോമോൻ, ആ സംഭവം പറയാമല്ലേ, ദാവീദിന് വലിയ ആഗ്രഹമായിരുന്നു ഒരു ആലയം പണിയണമെന്ന്. മഹാനായ ദാവീദ് രാജാവ്, അല്ലേ. എന്നാൽ ദൈവം പറഞ്ഞു, അല്ലല്ല, നീ ഫണ്ടെല്ലാം കളക്ട് ചെയ്ത് വെച്ചോ, പക്ഷെ ആലയം നിന്നെ കൊണ്ട് പണിയിക്കത്തില്ല. നിന്റെ മകനായ ശലോമനായിരിക്കും, കയ്യിൽ രക്തച്ചൊരിച്ചിലുള്ളത് കൊണ്ട് നിന്റെ മകനായ ശലോമനായിരിക്കും ആലയം പണിയുന്നത്. ആലയം പണിക്ക് വേണ്ടി എല്ലാം സ്വരുക്കൂട്ടി വെച്ചിരിക്കുകയാണ്. അവസാനം ശലോമൻ രാജാവായി തൻ്റെ 40-ാമത്തെ വയസ്സിൽ ഗിബയിൽ വെച്ച് ദൈവം പ്രത്യക്ഷനായി ജ്ഞാനവും വിവേകവും ശക്തി അറിവും ഒക്കെ ശലോമന് കൊടുത്തു. ശലോമന് അല്ലെങ്കിൽ തടി, ടിമ്പർ ഒഴിച്ച് ബാക്കി എല്ലാം ഉണ്ട്, സ്വർണവും വെള്ളിയും അല്ലെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ട്. തടി മാത്രം ഇല്ലായിരുന്നു. അതുകൊണ്ട് ശലോമൻ അല്ലെങ്കിൽ ഹീരാം എന്ന രാജാവിൻ്റെ കയ്യിൽ നിന്ന് ചങ്ങാടം വഴി തടിയും എത്തിച്ചിട്ട് ആലയം പണിക്ക് തീരുമാനിച്ചപ്പോൾ ദൈവം പറഞ്ഞു, സ്ഥലം ഞാൻ തീരുമാനിക്കും. വായിച്ചോട്ടെ, ഇനി മോളെ വായിച്ചു. തന്റെ അപ്പനായ ദാവീദിന് യഹോവ പ്രത്യക്ഷനായ മോറിയ പർവ്വതത്തിൽ, തന്റെ അപ്പനായ ദാവീദിന് യഹോവ പ്രത്യക്ഷനായ മോറിയ പർവ്വതത്തിൽ ഒർന്നാന്റെ കളത്തിൽ ആലയം പണിക്കുള്ള വട്ടം കൂട്ടി. ഹല്ലേലൂയ. വർഷങ്ങൾക്കപ്പുറത്ത് ഒരപ്പനും ഒരു മകനും ആരാധിച്ച സ്ഥലത്തെ 20 വർഷം കൊണ്ട് 1,83,000 പേര് ഒരുമിച്ച് നിന്ന് പണിത് കെട്ടിപ്പടുക്കുക ആലയം പണിക്ക് ദൈവം ഹല്ലേലൂയ കുറിച്ചിട്ടതുപോലെ ഇന്ന് രാത്രി വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാട്ടെ. എൻ്റെ ഇന്നലകളെ മറക്കുന്ന ഒരു വർധനവ് എൻ്റെ ആത്മീയ ജീവിതത്തിൽ സ്വർഗ്ഗം ഒരുക്കാൻ പോവുകയാണ്. എൻ്റെ ഇന്നലകളെ മറക്കുന്ന ഇതേ മോറിയ മല, അന്ന് ഓർമ്മയുണ്ടോ? ഒരപ്പനും അല്ലെങ്കിൽ ഒരു മകനും മാത്രം ഓങ്ങിയ കത്തിയുമായി ഉയർത്തിയ തീയുമായി നിൽക്കുമ്പോൾ മകനെ തരുവാൻ മടിക്കായക കൊണ്ട് ഞാൻ നിന്നെ അനുഗ്രഹിച്ചു എന്ന് പറഞ്ഞ ആ സ്ഥലത്തെ ദൈവം ആരാധന സ്ഥലമായി മാറ്റി. അത് ഇന്ന് രാത്രി ഞാൻ വിശ്വാസത്തോടെ സഭയെ നോക്കി ആത്മാവിൽ പ്രവചിക്കുന്നു, ചില വർധനവിന് കാലഘട്ടമായി കഴിഞ്ഞു. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. അന്നത്തെ ആരാധനയ്ക്ക് ഒരാട് മാത്രമേ ഉള്ളായിരുന്നു. തിരിച്ചും മറിച്ചു വിട്ടാൽ എത്ര ആടുണ്ട്? ഒരാട് മാത്രമേ ഉള്ളൂ. അങ്ങോട്ടും നോക്കി ഇങ്ങോട്ടും നോക്കിയാൽ എത്ര ആടേ ഉള്ളൂ? ഒരാട് മാത്രമേ ഉള്ളൂ. നിങ്ങൾ പലരും ഇങ്ങനെ പറഞ്ഞില്ലേ, നാട്ടിലെ സഭയിലായിരുന്നു എന്തോ ആളായിരുന്നല്ലേ, എത്ര ആളായിരുന്നു നാട്ടിലേല്ലെങ്കിൽ, എത്ര ആടുണ്ടായിരുന്നു. കൈ കൊട്ടാനാട്, ചാടാനാട്, ഓടാനാട്, അല്ലേ ഓടിക്കാനാട്, ഇഷ്ടം പോലെ ഉള്ള ഒരു സ്ഥലത്തു നിന്ന്. അങ്ങനെയൊക്കെ വിഷമം ആരെങ്കിലും മനസ്സിലുണ്ടോ? ഇന്ന് രാത്രി അത് മാറിക്കോണം.
അബ്രഹാമിന് വേണേൽ പറയാമായിരുന്നു, താഴ്വാരത്തിൽ ഒരു യാഗം നടത്തിയായിരുന്നെങ്കിൽ ഹല്ലേലൂയ ആടുമാടുകളുടെ അബ്രഹാം ആടുമാടുകൾ നിമിത്തം ബഹുസമ്പന്നനായിരുന്നു. അബ്രഹാമിൻ്റെ അടുത്ത് വന്ന് അബീമേലെക്ക് രാജാവൊക്കെ വന്ന് പറഞ്ഞത്, നീ ഒരു പ്രഭുവാ, നിന്റെ സമ്പത്തിൻ്റെ വർധനവ് കൊണ്ട് നിന്നെ ഞങ്ങൾക്ക് ദേശത്ത് വഹിക്കാൻ വയ്യ, വിട്ടുപോകണമെന്ന് പറഞ്ഞു. അത്രയ്ക്ക് ധനാട്യനായ അബ്രഹാമായിരുന്നു. സ്തോത്രം. മകൻ്റെ വിവാഹത്തിന് വേണ്ടി തന്നെ ഒരു വലിയ ടോക്കൺ അഡ്വാൻസ് കൊടുക്കാൻ 10 ഒട്ടകത്തെ വിട്ട്. ഈ ഒട്ടകത്തെ, അക്കാലത്ത് ഒട്ടകം എന്തിനാന്നൊക്കെ ചോദിച്ചാൽ അന്നത്തെ ട്രാൻസ്പോർട്ടിങ് കമ്പനിയാണ്. ഇയോബിന് വലിയ 3000 ഒട്ടകം ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ അന്നത്തെ കാലത്തെ കൊറിയർ സർവീസൊക്കെ ഒട്ടകമായിരുന്നു. ഇത്രയും ധനാട്യനായ അബ്രഹാമാണ്. അപ്പോൾ അബ്രഹാമിന് ഇത്രയും ധനാട്യനായ അബ്രഹാമാണ് ഇപ്പം ഓർക്കുന്നത്, അയ്യോ താഴെയായിരുന്നെങ്കിൽ എന്ത് ആടിനെ. നിങ്ങളുടെ മനസ്സിൽ ഞാനീ പറഞ്ഞു വരുന്നതൊക്കെ നിങ്ങളുടെ ഇവിടെ വന്ന് കണ്ട സാഹചര്യമായിട്ട് ഞാൻ പല രാജ്യങ്ങളിൽ പോകുന്നുണ്ട്. കർത്താവ് ടൊറൻറ്റോയിലായിരുന്നെങ്കിൽ ഇച്ചിരൂടെ അങ്ങനെ പറയുന്ന ആരെങ്കിലും ഉണ്ടോ? കർത്താവ് തിരിച്ചങ്ങ് നാട്ടിൽ പോയായിരുന്നെങ്കിൽ ഇച്ചിരും കൂടെ ഒക്കെ പ്രയോജനമായിരുന്നു. കർത്താവ് അല്ല ഇവിടുന്ന് US-ലോട്ടൊന്ന് ഇമിഗ്രേഷൻ കിട്ടിയായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്ററായിരുന്നു. പക്ഷെ നിൽക്കുന്ന സ്ഥലത്തൊരു വർധനവ് ദൈവം തരുമെന്ന് ഹല്ലേലൂയ വിശ്വസിക്കുന്നവർക്കാണ് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യും. അതാ ദൈവത്തിൻ്റെ പ്രവൃത്തി എന്ന് പറയുന്നത്. ദൈവത്തിന് ഹല്ലേലൂയ സ്ഥലകാല വിഷയമൊന്നുമില്ല. അന്റാർട്ടിക്കയിലും ആത്മീയം ഒരുക്കാൻ ദൈവം വിശ്വസ്തനാണ്. ഹല്ലേലൂയ. ദൈവത്തിന് ലോകത്തിൻ്റെ ഏത് വൻകരയിലും ഉണർവ് വഹിക്കാൻ വിശ്വസ്തനാണ്. എല്ലാ ഉണർവിൻ്റെ ചരിത്രം പഠിച്ചു കഴിഞ്ഞാൽ പട്ടണങ്ങളിലല്ല ഗ്രാമങ്ങളിലാണ് ഉണർവ് ആരംഭിച്ചിട്ടുള്ളത്. ശൂന്യതകളിൽ നിന്നും വ്യക്തികളിൽ നിന്നാണ് ദൈവത്തിൻ്റെ റിവൈവൽ ദൈവജനത്തിലേക്ക് പകരപ്പെട്ടത്. പക്ഷെ ദൈവം തീരുമാനിച്ചു, മോറിയ എനിക്ക് വേണം, ഒരു അപ്പൻ്റെ സമർപ്പണത്തെ എനിക്ക് വേണം, ഒരു മകൻ്റെ സമർപ്പണത്തെ എനിക്ക് വേണം. അന്ന് ആടും മാടുകളും അവിടെ ഇല്ലെങ്കിലും ഏകനായി ദൈവത്തെ ആരാധിച്ചെങ്കിൽ ഞാനൊരു വർധനവിന് തയ്യാറാകുകയാണ്. 7-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം, 2 ദിനവൃത്താന്തം 7:5. ശലോമോൻ രാജാവ് 20,000 കാളയെയും. എത്ര കാളയുണ്ട് ഇപ്പം? ചുമ്മാ പറഞ്ഞാൽ നിങ്ങൾക്ക് കാണാലോ. 20,000 കാളയും 1,20,000 ആടിനെയും 1,20,000 ആടിനെയും യാഗം കഴിച്ചു. എന്നാ ഹല്ലേലൂയ ആലയത്തിന്റെ ഉദ്ഘാടന ദിവസം. സ്തോത്രം. അന്ന് ആരാധിക്കുമ്പോൾ ഒരൊറ്റ ആട്ടിൻകുട്ടി ഉള്ളായിരുന്നു. ആ സ്ഥലത്ത് എണ്ണത്തിലൊരു വർധന. വിശ്വാസത്തോടെ നമ്മളത് ഏറ്റെടുക്കണം. അല്ലല്ലേ, ഞങ്ങൾ കണ്ണുനീരൊഴുക്കി ആരാധിച്ചെടുത്ത്, കരമുയർത്തി അല്ലല്ലേ സ്തോത്രം പറഞ്ഞെടുത്ത്, ഞങ്ങൾ കരമടിച്ച് ദൈവത്തിന് മഹത്വം കൊടുത്തെടുത്ത്, ഞങ്ങൾ ദൈവത്തിന് സ്തുതി പാടിയ സ്ഥലത്ത് റീബാന ചിലരെ കൂടെ ഇന്ന് മാറി നിൽക്കുന്ന ചിലതിനെ കൂടെ ദൈവം സ്നാനത്തിനായിട്ട് ഇറക്കും, ആത്മനിറവിനായിട്ട് ഇറക്കും. അല്ല, അന്യഭാഷ പറയാത്ത അതരത്തിൽ ഞാൻ ആത്മാവിൻ്റെ ദൂത് കൊടുക്കും. ചിലർ സ്റ്റേജിൽ നിന്ന് പ്രസംഗിക്കുന്നവരായി മാറും. ഇന്ന് പുറകിലോട്ട് മാറി നിൽക്കുന്ന ചിലതിനെ ഞാൻ പിടിച്ച് മുന്നിലേക്ക് കൊണ്ടുവരും. ആത്മാവിൽ പറയുമ്പോൾ എത്ര പേർ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കാൻ തയ്യാറാകും? എണ്ണിയാൽ ഒടുങ്ങാത്ത ഹല്ലേലൂയ. പണ്ടുള്ളവയെ നിങ്ങൾ നിരൂപിക്കണ്ട, മുമ്പുള്ളവയെ ഓർക്കണ്ട, ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു. പാഴ്മലയിൽ ഹല്ലേലൂയ കൈകൊണ്ട് കെട്ടിപ്പൊക്കിയ കല്ലുകളുടെ മുകളിൽ അടുക്കി വെച്ച യാഗപീഠത്തിൽ പെയ്തിറങ്ങിയ ആത്മാവിൻ്റെ അഗ്നി നിങ്ങൾ കണ്ണുകൊണ്ട് കണ്ടതാണെങ്കിൽ ഈ സ്ഥലം ദൈവത്തിന് പ്രയോജനമുള്ള സ്ഥലമാണ്. ഇവിടെ ദൈവത്തിൻ്റെ പ്രവൃത്തി നടക്കും, ഇവിടെ ദൈവത്തിൻ്റെ പണി നടക്കും. അല്ല, ഇവിടെ ദൈവത്തിൻ്റെ ആലയം ഉയരും, ഇവിടെ യഹോവയുടെ തേജസ് ഇറങ്ങും. ശലോമോൻ പ്രാർത്ഥിച്ചപ്പോൾ പുരോഹിതന്മാർക്ക് അകത്ത് കടക്കുവാൻ കഴിയാതെ ദൈവത്തിൻ്റെ ഷേക്കന ഗ്ലോറി അവിടെ നിറഞ്ഞതുപോലെ ഇന്ന് രാത്രി ഞാൻ വിശ്വസിക്കുന്നു ഈ പട്ടണത്തിലും ഒരു ദൈവത്തിൻ്റെ പ്രവൃത്തി നടക്കും. ഹല്ലേലൂയ. ആത്മാക്കളുടെ വർധനവുണ്ടാകും, ആത്മാക്കളുടെ ഒഴുക്കുണ്ടാകും, ആലയങ്ങളുടെ പണി നടക്കും. വിശ്വസിക്കുന്നവർ ഏറ്റെടുത്ത് ആമേൻ പറയാം. ഇന്ന് രാത്രികാലം ഞങ്ങളത് വിശ്വസിക്കുന്നു. ഞങ്ങൾ പണ്ടുള്ളവയെ ഓർക്കുന്നില്ല, മുമ്പുള്ളവയെ നിരൂപിക്കുന്നില്ല, ഇതാ പുതിയതൊന്ന് ചെയ്യുന്നു. പാഴ്മലകളിൽ പൊട്ടിപ്പുറപ്പെടുന്ന ഒരു നദിയുടെ പ്രവാഹം ഞങ്ങൾ ഇന്ന് രാത്രി ആത്മാവിൽ കാണുന്നു. അത് അതരത്തിൽ കൂടെ, എൻ്റെ അതരത്തിൽ കൂടെ ദൂതായി എൻ്റെ കുടുംബത്തിലൊരു പ്രവാഹമായി. പ്രിയ പൈതൽ പാടിയപ്പോൾ ഓർപ്പിച്ച പോലെ ഈ പ്രവാഹം ഇന്ന് രാത്രി എൻ്റെ മേൽ ഒഴുക്കണമേ കർത്താവേ. ഞങ്ങൾക്കൊരു കൊച്ചു അരുവി പോരാ, ഞങ്ങൾക്കൊരു ഗ്ലാസ് വെള്ളം പോരാ. ഇന്ന് രാത്രി ഞങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന ഒരു ജീവജലത്തിൻ്റെ നദി പട്ടണങ്ങളെ കീഴ്മേൽ മറിക്കുന്ന, ചലിക്കുന്ന പ്രാണികൾ ഉണ്ടാകുന്ന, അന്യായത്തങ്ങൾ ശാസിക്കപ്പെടുന്ന, പട്ടണഭൂതങ്ങൾ വിറയ്ക്കുന്ന ഒരു ദൈവപ്രവൃത്തിക്കായി ഇന്ന് രാത്രി ഞങ്ങളെ വിനയപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവം അത് ചെയ്യുമെന്നേ ഞങ്ങളത് വിശ്വസിക്കുന്നു. ആരാധനയ്ക്ക് ഒരു വർധനവുണ്ടാകും, ആരാധനയ്ക്ക് ആൾക്കൂട്ടത്തെ ദൈവം ഒരുക്കും. വിശ്വാസത്തോടെ നമുക്കത് ഏറ്റെടുക്കാം. രണ്ടാമത്തെ ഒരു ചിന്തയിലേക്ക് കൊണ്ടുപോകാം. ഇതും അറിയാവുന്ന ചിന്തയാണ്. ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായം അതിൻ്റെ 10-11. യെസ്റ്റർഡേസ് വിൽ നോട്ട് റിപ്പീറ്റ് അഗെയിൻ ഇൻ യുവർ ലൈഫ്. അല്ലെ, ഉൽപ്പത്തി 28-ന്റെ 10-11 വാക്യം.
എന്നാൽ യാക്കോബ് ബേർഷേബയിൽ നിന്ന് പുറപ്പെട്ട് സംഭവം നിങ്ങൾക്കറിയാം. ഞാൻ ഈ വാക്യം വായിച്ചു തുടങ്ങുന്നത് ആ ഭാഗത്ത് നിങ്ങളെ കൊണ്ടുപോകാനാണ്. സ്തോത്രം. ഹല്ലേലൂയ. തൻ്റെ സഹോദരനായ ഏശാവിനെ ഭയപ്പെട്ട് ഏശാവിൻ്റെ ഭീഷണിക്ക് മുമ്പിൽ പേടിച്ച് ഓടുന്ന യാക്കോബ്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ധനാഢ്യനായ വല്യപ്പൻ. ഹല്ലേലൂയ. എവിടെ കൊണ്ട് വിത്ത് വിതച്ചാലും വർധനവ് ലഭിക്കുന്ന അതിലും ധനാഢ്യനായ മകനായ ഇസഹാക്ക്. ആ കുടുംബത്തിൽ പിറന്ന ധനാഢ്യരായ മാതാപിതാക്കളുടെ ഹല്ലേലൂയ കൊച്ചുമകനുമായ യാക്കോബ് ഇന്ന് വെറും കൈയോടെ ഏകനായി ഓടിപ്പോകുന്നു. ജീവനെ ഭയപ്പെട്ടു. ഹല്ലേലൂയ. ഭയപ്പെട്ട് ഓടിപ്പോകുകയാണ്. അങ്ങനെ പോകുന്ന യാത്രയിൽ ശ്രദ്ധിക്കണം. ഇനി ഈ പദം ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. അങ്ങനെ പോകുന്ന യാത്രയിൽ ഹല്ലേലൂയ രാത്രിയിൽ ഒരു സ്ഥലത്തെത്തി. ആ സ്ഥലത്തിൻ്റെ പേര് പോലും തുടങ്ങുന്നില്ല. പിന്നീട് നമുക്കറിയാം അത് ലൂസായിരുന്നു, അത് ബദലായി മാറുന്ന ചരിത്രം അറിയാം. രാത്രിയിൽ അവിടെ എത്തി. മുന്നോട്ട് ഒരു ചുവട് പോലും വെക്കുവാൻ കഴിയുന്നില്ല. കാരണം അവിടെ നിന്ന് ഇനി 40 മൈലോളം സഞ്ചരിക്കണം തൻ്റെ അമ്മാച്ചനായ അരാമ്യൻ്റെ നാട്ടിൽ ലാബാൻ്റെ നാട്ടിൽ ചെല്ലുവാൻ. അല്ലെങ്കിൽ ഏകദേശം ഒരു ദിവസത്തെ വഴി കഴിഞ്ഞു. ഇനിയും അവിടെ നിന്നുകൊണ്ട് തനിക്ക് മുന്നോട്ട് ഏറെ ദൂരം യാത്ര ചെയ്യുവാനുണ്ട്. രാത്രി കുറ്റാക്കൂരിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോകുവാൻ കഴിയത്തില്ല. കാരണം കൂടാരവാസിയാണ് യാക്കോബ് എന്ന് വചനം പറയുന്നുണ്ട്. ഏശാവ് വേട്ടക്കാരന്. പുള്ളിക്ക് രാത്രി കാട്ടിക്കൂടൊക്കെ പോയാൽ പേടിയൊന്നും ഇല്ല. പുള്ളി വീട്ടിൽ നിന്ന് ഇതുവരെ പുറത്തിറങ്ങിയിട്ട് ഇല്ല. അമ്മച്ചിയുടെ കൂടെ മാത്രം താമസിച്ച് പരിചയമുള്ള യാക്കോബിന് പക്ഷെ രാത്രി ഭീതിയുടെ രാത്രിയാണ്. അന്ന് രാത്രി തൻ്റെ മുമ്പിൽ, ഇനി ശ്രദ്ധിക്കണം, 3 പദങ്ങൾ ഞാനിവിടെ പറയും. തൻ്റെ മുമ്പിൽ ഒരു കല്ല് വന്നു പെട്ടു. സ്തോത്രം. നമ്മളാണെങ്കിൽ ഈ ഒരു കല്ല് കണ്ടാൽ പിന്നെ എന്ത് ചെയ്യും? പിന്നെ ഉപവാസമായിരിക്കും. അന്നത്തെ ദിവസം മൊത്തം കർത്താവ് ഈ തടസ്സം വന്ന് മാറിത്തരണം. ഇനി കൃപയുള്ള ദൈവത നമ്മുടെ കൃപ പോരാഞ്ഞിട്ടാണ് നമ്മൾ ആരെ കൊണ്ടുവരുന്നത്? എൻ്റെ കൂടെ പറഞ്ഞാട്ടെ. നമ്മുടെ കൃപ പോരാഞ്ഞിട്ടാണ് നമ്മൾ. നിങ്ങളുടെ കൃപയെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ടാണ് നിങ്ങൾ മറ്റുള്ളവരുടെ കൃപയെ ആശ്രയിക്കുന്നത്. നമ്മുടെ മേൽ പകർന്ന കൃപയാണ് എല്ലാവരുടെ മേലും പകർന്നത്. ശുശ്രൂഷയിൽ വ്യത്യാസമുണ്ട്, അത് വേറെ കാര്യം. പക്ഷെ നിങ്ങളെല്ലാം കൃപയുള്ളവരാണ്, ശക്തിയുള്ളവരാണ്. ആ കല്ല് അവിടെ മുന്നിരിക്കും. അവൻ നോക്കണം. ഇനി ശ്രദ്ധിക്കണം. 3 പദങ്ങൾ പറയും. സോ വെൻ ഹി സോ ദറ്റ് പ്രോബ്ലം ബിഫോർ ഹിം. നമ്മളാണെങ്കിൽ ഒന്നീ മുട്ടുകുത്തി കർത്താവേ ഈ എവിടെ ചെന്നാലും എനിക്ക് എന്താണ് തടസ്സമാണ്. ജീവിതയാത്രയിൽ ജനിച്ച കാലം തൊട്ട് തടസ്സമാണ്. ഇതെന്ന് മാറും എൻ്റെ ഘട്ടം, എന്നീ മണ്ണിലെ എന്നൊക്കെ പാട്ട് പാടി നമ്മളിരിക്കും. പക്ഷേ യാക്കോബ് തീരുമാനിച്ചു, ഐ എം നോട്ട് ഗോയിങ് ടു കോൾ ഇറ്റ് ആസ് എ പ്രോബ്ലം ഇൻ മൈ ലൈഫ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഈ തടസ്സത്തെ തടസ്സമെന്ന് വിളിക്കത്തില്ല. അവിടുത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നത്, യാക്കോബ് ഒരു സ്ഥലത്തെത്തി. ആ സ്ഥലത്തെ കല്ലുകളിൽ ഒന്നെടുത്ത് എന്താക്കി മാറ്റി? ഹി ടേൺ ദ പ്രോബ്ലം ഇൻ ടു എ പില്ലോ ഇൻ ഹിസ് ലൈഫ്. കല്ലിനെ തലയണയാക്കി മാറ്റണം. ഇന്ന് രാത്രി തടസ്സത്തെ തടസ്സമെന്ന് വിളിക്കാതെ എല്ലാ തടസ്സവും എൻ്റെ തലയണയായി മാറുമെന്ന് പറയണം. എല്ലാ പ്രതിസന്ധിയും എനിക്ക് അനുഗ്രഹമായി മാറും. എല്ലാ വേദനയും എനിക്ക് ആശ്വാസമായി മാറും. കല്ലും തലയണയും തമ്മിലുള്ള വ്യത്യാസം അതാണ്. കല്ല് മുറിവേൽപ്പിക്കുന്നതാണ്, കല്ല് വേദനിപ്പിക്കുന്നതാണ്, കല്ല് അല്ലെങ്കിൽ ഭാരമുള്ളതാണ്. തലയണ ആശ്വാസമാണ്. നാം പില്ലോ ആയിട്ട് ഉപയോഗിക്കുന്നത് ആരും കല്ലെ തല വെച്ച് എന്ത് ചെയ്യാറില്ല, കല്ല് ഉറങ്ങാറില്ല. പക്ഷേ ദൈവസാന്നിധ്യം ഉള്ളിടത്ത് കല്ലും തലയണയായി മാറും. അന്ന് രാത്രി യാക്കോബിന് മനസ്സിലാകുകയാണ്, ഉറക്കം നഷ്ടപ്പെടേണ്ട രാത്രികളാണ്. ഓർത്താൽ ഉറക്കം നഷ്ടപ്പെടും, വിചാരിച്ചാൽ ഉറക്കം നഷ്ടപ്പെടും, ചിന്തിക്കാൻ തുടങ്ങിയാൽ അന്ന് രാത്രി ഉറങ്ങാൻ കഴിയത്തില്ല. പക്ഷേ എവിടെ ദൈവ സാന്നിധ്യമുണ്ടോ അവിടെ നിങ്ങൾക്ക് ഉറങ്ങുവാൻ കഴിയും. ഇന്ന് രാത്രി ദൈവിക സമാധാനം കൊണ്ട് നിങ്ങളുടെ ഉള്ളം നിറയുന്നതിൻ്റെ കാരണം അവിടെ ദൈവ സാന്നിധ്യം ഉള്ളത് കൊണ്ടാണ്. ക്രൈസ്തവരല്ല ചിന്തിച്ച് ഭാരപ്പെട്ട് ആകുലപ്പെട്ട് വ്യാകുലപ്പെട്ട് ജീവിതയാത്ര വേണമെങ്കിൽ തകർത്ത് കളയാം. പക്ഷെ ദൈവമക്കൾ തീരുമാനിക്കുന്നു, ഞങ്ങൾ കല്ലുകളെ തലയണയാക്കാൻ പോവുകയാണ്. എൻ്റെ വേദന എൻ്റെ തലയണയായി മാറും, എൻ്റെ തടസ്സം എൻ്റെ തലയണയായി മാറും, ഇന്ന് കാണുന്ന കാലതാമസം എൻ്റെ തലയണയായി മാറും. മുന്നോട്ടുള്ള യാത്രയെ തടയുന്ന എല്ലാ കല്ലുകളും എൻ്റെ ജീവിതത്തിലെ ഒരു വിടുതലായി മാറുമെന്ന് വിശ്വസിക്കുന്നവർക്കായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അല്ലല്ലേ, അത് വേറെ ആരും വരത്തില്ല, വീട്ടിൽ നിന്ന് ആരും വരത്തില്ല, സഭക്കാർ വരത്തില്ല, നാട്ടുകാർ വരത്തില്ല. യു യുവർസെൽഫ് ഹാവ് ടു ടേൺ യുവർ പ്രോബ്ലം ഇൻടു എ പില്ലോ. ഇന്ന് രാത്രികാലം നിങ്ങൾ തന്നെ പ്രതിസന്ധിയെ പുറകിലേക്ക് മാറ്റുവാൻ തയ്യാറായാൽ അത് നിങ്ങളുടെ ജീവിതത്തിന് തലയണയായി മാറും. അല്ലല്ലേ, പണ്ടുള്ളവയെ നിങ്ങൾ നിരൂപിക്കണ്ട, മുമ്പുള്ളവയെ നിങ്ങൾ ഓർക്കണ്ട. ഇതാ ദൈവം പുതുതായിട്ടൊന്ന് ചെയ്യുന്നു. ആരും നിങ്ങൾക്കത് പറഞ്ഞു തരുന്നില്ല. പരിശുദ്ധാത്മ പറയുന്നു, പ്രതിസന്ധിയുടെ മുമ്പിൽ മുട്ടുമടക്കാനല്ല, പ്രതിസന്ധിയുടെ മുമ്പിൽ കരഞ്ഞ നിലവിളിക്കാനല്ല, പ്രതിസന്ധിയെ പുറകിലേക്ക് മാറ്റിവെച്ച് ഇതെൻ്റെ ആശ്വാസത്തിൻ്റെ തലവണയാണ്. എൻ്റെ കുടുംബജീവിതത്തിൽ, എൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ, എൻ്റെ ഭാവി ജീവിതത്തിൽ ഇന്ന് കാണുന്ന തടസ്സങ്ങളൊക്കെ എനിക്കൊരു ആശ്വാസമായി മാറുമെന്ന് എത്ര പേർക്ക് ആത്മാവിൽ വിശ്വസിക്കാൻ പറ്റും? ഹല്ലേലൂയ. എല്ലാ തടസ്സവും, every obstacles, every hurdles and everything that I see with my eyes, it will become a comfort in my life. അതെൻ്റെ ജീവിതത്തിൽ എനിക്കൊരു ആശ്വാസമായി മാറും. അങ്ങനെ സ്തോത്രം പറയണം. അല്ലേ, വേദനയെ നോക്കി അങ്ങനെ പറയണം, കട്ടതയെ നോക്കി അങ്ങനെ പറയണം. ഇതെൻ്റെ ആശ്വാസത്തിൻ്റെ വഴിയാണ്. ഞാൻ ബാംഗ്ലൂർ പട്ടണത്തിൽ വർഷങ്ങളോളം ജീവിച്ചാണ്. അത് ചെറിയ 2 വീലറിലൊക്കെ പോകുന്ന സമയത്ത് എവിടെ പോയാലും റെയിൽവേ ക്രോസ് ഉണ്ടായിരുന്നു. എവിടെ പോയാലും നിങ്ങൾ കണ്ടോ റെയിൽവേ ക്രോസ്. നമ്മളെ കാണുമ്പോൾ പുള്ളി എന്ത് ചെയ്യും?
താഴ്ന്നു. നമ്മളെ കണ്ടുകൊണ്ടല്ലെങ്കിലും ട്രെയിൻ വരാൻ വേണ്ടിയാണ്. അന്നത്തെ കാലത്ത് മാനാണല്ലോ. അപ്പോൾ ഇതങ്ങ് ചിലപ്പോൾ അരമണിക്കൂറൊക്കെ കിടക്കും. പക്ഷേ പിന്നെ എനിക്ക് മനസ്സിലായത് ഇത് എൻ്റെ ഗുണത്തിനാണ്. കാരണം എൻ്റെ തലയിൽ കൂടെ ട്രെയിൻ കയറാതിരിക്കാനിത് ഈ തടസ്സം. നമ്മൾ വിചാരിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ നമ്മളോടുള്ള വിരോധം കൊണ്ടാണ് ഈ സാധനം കൊണ്ടുവന്ന് അല്ലെങ്കിൽ എനിക്കൊരു മോട്ടോർ ബൈക്ക് അതിലെ കൂടെ പോകാൻ പറ്റി, അതിൽ കൊള്ളായിരുന്നു, അതിലെ കൂടെ കയറിപ്പോൾ. പക്ഷേ നമ്മുടെ മുമ്പിലെ റെയിൽവേ ക്രോസുകളെല്ലാം നമ്മുടെ ഈ ജീവരക്ഷയ്ക്കും സുരക്ഷിതയ്ക്കുമാണ്. ഇന്ന് കാണുന്ന തടസ്സങ്ങളെല്ലാം നിങ്ങളുടെ ഭാവിയുടെ നന്മയ്ക്കാണെന്നറിയണം. അതുകൊണ്ടല്ലേ 139 സങ്കീർത്തനം പറയുന്നത്, നീ മുൻപും പിൻപും അടച്ച് നിൻ്റെ കൈ എൻ്റെ മേൽ വെച്ചിരിക്കുന്നു. അല്ലല്ലേ കർത്താവേ, അടുത്ത സ്റ്റെപ്പ് വെച്ചപ്പോൾ എനിക്ക് വാതിലൊന്നും കാണുന്നില്ല, പുറകോട്ടോടി രക്ഷപ്പെടാമെന്ന് വിചാരിച്ചപ്പോൾ വഴികളൊന്നും കാണുന്നില്ല. പക്ഷെ ഒരു കാര്യം എനിക്ക് മനസ്സിലായി, എന്നെ ഈ ട്രാപ്പിൽ കൊണ്ടുവന്നിട്ടിട്ട്, എന്നെ ഈ കുരുക്കിൽ കൊണ്ടുവന്നിട്ടിട്ട് മുന്നോട്ടും പുറകോട്ടും പോകാത്ത അവസ്ഥയിലാക്കിയപ്പോൾ നിൻ്റെ കൈ എൻ്റെ മേൽ വെച്ചു. ഹല്ലേലൂയ. ഒരു മനുഷ്യകരം ചലിക്കാത്തിടത്ത് ദൈവത്തിൻ്റെ കരം എൻ്റെ മേൽ വന്നു. അവിടെ എനിക്കൊരു കാര്യം മനസ്സിലായി, നിൻ്റെ ആത്മാവിനെ ഒളിച്ച് ഞാൻ എവിടേക്ക് പോകും? ഈ വെളിപ്പാടിലേക്ക് നമ്മെ കൊണ്ടുവന്നത് അത് ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാവ് ദൂതായി പറയുന്നു, അടഞ്ഞ വഴികൾ നിങ്ങളുടെ ജീവിതത്തിൽ തലയണകളായി മാറും. അടഞ്ഞ വഴികൾ, അടഞ്ഞ കല്ലുകൾ, ഹല്ലേലൂയ, ഇന്ന് രാത്രി ഹല്ലേലൂയ, എല്ലാ കല്ലും എൻ്റെ തലയണയായി മാറുമെന്ന് വിശ്വസിക്കുന്നവർക്കായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യാക്കോബ് തീരുമാനിച്ചു, ഞാനിത് കല്ല് തലയണയായി മാറും. അന്ന് താൻ ഉറങ്ങി സ്വപ്നം കണ്ടു. സ്വപ്നത്തിൽ കണ്ട ദൂത് നിങ്ങൾക്കറിയാൻ വിശദീകരിക്കുന്നില്ല. സ്വർഗത്തോളം എത്തുന്ന കോവേണി, തുറന്ന സ്വർഗം. യാക്കോബിനൊരു കാര്യം മനസ്സിലായി, എൻ്റെ വല്യപ്പനേക്കാൾ അടുത്താണ് സ്വർഗം എനിക്ക്. എൻ്റെ അപ്പനേക്കാൾ അടുത്ത സ്വർഗം, എൻ്റെ സഹോദരനേക്കാൾ അടുത്ത, എൻ്റെ വീടിനേക്കാൾ അടുത്താണ്. ഇത് തിരിച്ചറിയണം. ഹല്ലേലൂയ. നിങ്ങൾ പാർക്കുന്ന പട്ടണത്തിൽ ഹല്ലേലൂയ നിങ്ങളുടെ ഏറ്റവും അടുത്ത് സ്വർഗമുണ്ടെന്നറിയണം. അതും തുറന്ന സ്വർഗം. ഹല്ലേലൂയ. അവിടെ നിങ്ങൾക്കൊരു ആക്സസ് ഉണ്ട്, നിങ്ങൾക്ക് എത്തിപ്പെടാവുന്ന ദൂരത്തിലാണ് സ്വർഗം. ഈ കോവേണി എന്നൊക്കെ പറയുമ്പോൾ ഹല്ലേലൂയ 5000 പടിയുള്ള കോവേണിയൊന്നുമല്ല. ഞാൻ കണ്ടിട്ടുള്ള കോവേണി ഏറ്റവും കൂടുതൽ ഉയരമുള്ളത് 22 ഫീറ്റ് ഉള്ളതാണ്. ഞങ്ങളുടെ ചർച്ചിലൊക്കെ ബൾബ് മാറാൻ ഉപയോഗിക്കുന്നുണ്ട്. 22 അടി പൊക്കത്തിലാണ് ഉപയോഗിക്കുന്നത്. അതിൽ കൂടുതൽ വലിയ കോവേണി ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ എൻ്റെ സ്വപ്നത്തിലെ കോവേണി എന്ന് പറഞ്ഞാൽ അങ്ങ് ഒത്തിരി വലുതൊന്നുമല്ലല്ലോ. അപ്പോൾ നമുക്കറിയാം സ്വർഗം അത്ര നിങ്ങൾക്ക് കയറി പറ്റാവുന്ന ദൂരമുള്ളത് സ്വർഗം. ഹല്ലേലൂയ. ദൂതന്മാർ ഇറങ്ങി വരുന്നത് ഇതിൽ കൂടെ തന്നെയാണ്, കയറിപ്പോകുന്നത് ഇതിൽ കൂടെയാണ്. ദൈവം നമ്മുടെ അടുത്ത് കോവേണി വെച്ചിട്ടുണ്ട്. അന്ന് രാത്രി പിന്നെ ദർശനങ്ങളാണല്ലേ, പിന്നെ ദർശനങ്ങളാണ്, വാക്തത്വങ്ങളുടെ കൂമ്പാരങ്ങളാണ്. ഒന്നുമില്ലാതെ വെറും കൈയായി കിടക്കുന്ന മനുഷ്യനോട് പറയുക, ഈ സ്ഥലം നിനക്ക് തരാൻ പോവുകയാണ്. വിശ്വാസത്തോടെ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചാൽ പോരെ. ഹല്ലേലൂയ. സ്വർഗം പറഞ്ഞാൽ പറഞ്ഞതാണ്. ദൈവം ഹല്ലേലൂയ, ദൈവം വ്യാജം പറയാൻ മനുഷ്യനല്ല, അനുദപിപ്പാൻ മനുഷ്യപുത്രനല്ല, വാക്ക് മാറുന്ന ദൈവമല്ല നമ്മുടെ ദൈവം. അപ്പോൾ ഒന്ന് നമ്മുടെ ജീവിതത്തിൽ ഇറ്റ് വാസ് എ പ്രോബ്ലം. എൻ്റെ യാക്കോബ് എന്ത് ചെയ്തു? അതെന്താക്കി മാറ്റി? പ്രോബ്ലത്തെ എന്താക്കി മാറ്റി? ഉറക്കെ പറഞ്ഞോട്ട്, കല്ലിയ തടസ്സത്തെ തലേണയാക്കി മാറ്റി, അല്ലെങ്കിൽ പ്രോബ്ലത്തെ പില്ലോ ആക്കി മാറ്റി. അവിടെ കൊണ്ടും തീരുന്നില്ല. അതിൻ്റെ 18-ാം വാക്യം വായിച്ചു. രാത്രിയിലെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്, ദർശനമൊക്കെ കണ്ട് യാക്കോബ് പറയുന്നത് സ്വർഗത്തിൻ്റെ വാതിലാന്ന് പറയുന്നു, ഇവിടെ യഹോവയുണ്ട്, അല്ലെങ്കിൽ ഞാൻ അറിഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞിട്ട് രാവിലെ പുള്ളിങ്ങി ഒരു ഫ്രഷായിട്ട് എഴുതി. റിവൈവൽ എന്ന് പറയുന്നത് ഫ്രഷായിട്ട് എഴുന്നേൽക്കുന്നതാണ്. ഹല്ലേലൂയ. തലവേദനയായിട്ട് മൂഡൗട്ടായിട്ട് എഴുന്നേൽക്കുന്ന നല്ല റിവൈവൽ, നല്ല മൂഡോടെ എഴുന്നേൽക്കണം. എത്ര ലേറ്റായിട്ട് കിടന്നാലും നല്ല ഫ്രഷായിട്ട് ഒരു സ്തോത്രമൊക്കെ പറഞ്ഞ് പാട്ടൊക്കെ പാടി ഹല്ലേലൂയ, ഉണരുക നീ എന്നാത്മാവേ ചേരുക യേശുവിന് അരികിലെന്നൊക്കെ പറഞ്ഞ് ചാടി അങ്ങോട്ട് എഴുന്നേൽക്കണം. സ്തോത്രം. അയ്യോ ഇന്നലെ മൊത്തം കട്ടതയായപ്പോൾ ഇന്നലെ ഒന്നും പറയല്ലേ, നല്ല ഫ്രഷായിട്ട് ഇന്ന് എഴുന്നേൽക്കണം. എഴുന്നേറ്റപ്പോഴാണ് പുള്ളി എന്ത് ചെയ്തു? ഇനി വായിച്ചു. തലയണയായി വെച്ചിരുന്ന കല്ല് തടസ്സമായിരുന്നു. താൻ തീരുമാനിച്ച് എന്താക്കി മാറ്റുമെന്ന്? പില്ലോ ആക്കി മാറ്റുമെന്ന്. സ്തോത്രം. ഹല്ലേലൂയ. പക്ഷെ പിറ്റേന്ന് രാവിലെ ഹി ടേൺഡ് ഇറ്റ് ഇൻടു പില്ലർ ഇൻ ദ ഹൗസ് ഓഫ് ദ ലോർഡ്. പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റിട്ട് പറഞ്ഞു, ഇനി ഇത് തലയണയല്ല, ഇത് തടസ്സമല്ല, ഇത് ആലയത്തിലെ തൂണാണ്. ഹല്ലേലൂയ. അതെ, നമ്മുടെ ജീവിതത്തിൽ ഇന്നലത്തെ തടസ്സങ്ങൾ നാളത്തെ ആരാധനയ്ക്ക് വഴിയായി മാറും. ഇന്നലെ നിങ്ങൾ ഏതിനെ ചൊല്ലി കരഞ്ഞോ അത് നിങ്ങളുടെ ആരാധന വിഷയമായി മാറും. അതിനെ ചൊല്ലി സ്തോത്രം പറയുവാൻ, അതിന് ദൈവത്തിന് നന്ദി പറയുവാൻ. ഹല്ലേലൂയ. ഒരുപിടി എണ്ണയൊഴുകുന്ന കല്ലുകൾ ഞാൻ ആത്മാവിൽ കാണുന്നു. ഇന്നലത്തെ പ്രതിസന്ധി എണ്ണയൊഴുകുന്ന കല്ലുകളായി നാളെ മാറുമെന്ന് വിശ്വസിക്കുന്ന എത്ര പേരിനകത്തുണ്ട്? എൻ്റെ വേദന ഹല്ലേലൂയ ഇറ്റ് ബിക്കം ആൻ അനോയിന്റഡ് പില്ലർ ഇൻ ദ ഹൗസ് ഓഫ് ദ ലോർഡ്. ആലയത്തിലെ അഭിഷേകത്തിൻ്റെ തൂണായി എൻ്റെ തടസ്സങ്ങൾ മാറും. എൻ്റെ തടസ്സങ്ങൾ ആലയത്തിലെ തൂണായി മാറും. ഏത് വിഷയത്തിൽ ഞാൻ പ്രാർത്ഥിക്കാൻ പറഞ്ഞോ ആ വിഷയത്തിൽ സ്തോത്രം പറഞ്ഞ് ഞാൻ ആലയത്തിൽ സാക്ഷ്യം പറയും. ഏത് വിഷയത്തിൽ ഞാൻ കരഞ്ഞു മാറത്തടിച്ചോ അതേ വിഷയത്തിൽ തുള്ളിച്ചാടി നൃത്തം ചെയ്യുവാൻ എൻ്റെ ദൈവം എനിക്ക് അവസരമൊരുക്കും. ഹല്ലേലൂയ. പണ്ടുള്ളവയെ നിങ്ങൾ ഓർക്കണ്ട കേട്ടോ. ഹല്ലേലൂയ. ആലയത്തിൽ തുള്ളിച്ചാടി നൃത്തം ചെയ്യുവാൻ ദൈവം അവസരം ഒരുക്കും. ഏതിനെ ചൊല്ലി കരഞ്ഞോ അത് നിങ്ങളുടെ ആലയത്തിലെ സ്തോത്രത്തിന് വകയായി മാറുമെന്ന്.
ഹല്ലേലൂയ. കയ്യിലുണ്ടായിരുന്ന എണ്ണയെടുത്ത് അതിലേക്ക് ഒഴിച്ചു. യാക്കോബിന് വേണേൽ പറയാമായിരുന്നു, എൻ്റെ തല വേദനിപ്പിച്ച കല്ലല്ലേ ഇത്, ഇതിനെ എനിക്ക് അവഗണിക്കമില്ല. അവൻ ആ കല്ലെടുത്ത് തൂണായി നിർത്തിയിട്ട് പറഞ്ഞു, ഇത് ദൈവത്തിൻ്റെ ആലയമായി മാറും. അത് വിശ്വസിച്ചാട്ടെ. അല്ലെങ്കിൽ എല്ലാ പ്രതിസന്ധിയും ഒരു ആരാധനയ്ക്ക് വഴി തുറക്കാൻ പോകുകയാണ്. എവിടെ കരഞ്ഞോ, എവിടെ നിലവിളിച്ചോ, ഹല്ലേലൂയ, അവിടെ ദൈവത്തിൻ്റെ വഴി തുറക്കുന്നത്. ഹന്ന ആലയത്തിൽ നിന്നിട്ട് കരയുകയാണ്. അതിരമനങ്ങി പ്രാർത്ഥിക്കുന്ന ഹന്ന പ്രാർത്ഥനയിൽ ആരാധിക്കുകയാണ്. പക്ഷേ ഏത് ആലയത്തിൽ കരഞ്ഞോ, ഏത് പെട്ടകത്തിനരികെ ഇരുന്ന് മാറത്തടിച്ച് നിലവിളിച്ചോ, അതേ പെട്ടകത്തിനത്തിൽ അരികിൽ കിടന്നുറങ്ങുന്ന തലമുറയെ അതിൻ്റെ ഉത്തരവെന്ന് പറയുന്നു. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരവെന്ന് പറയുന്നത് നാം കരഞ്ഞെടുത്തൊരു വർധനവുണ്ടാകും, നിലവിളിച്ചെടുത്തൊരു വർധനവുണ്ടാകും, വേദനപ്പെട്ടെടുത്തൊരു വർധനവുണ്ടാകും. യാക്കോബിൻ്റെ തടസ്സം തലയണമായി മാറ്റിയപ്പോൾ അത് ആലയത്തിലെ തൂണായി മാറി. ഇന്ന് രാത്രി വിശ്വാസത്തോടെ നമുക്കും അത് ഏറ്റെടുക്കണം. പ്രൈസ് ദി ലോർഡ്. വേഗം നമ്മുടെ ചിന്തകളെ മുന്നോട്ട് കൊണ്ടുപോകാം. മൂന്നാമത്തെ ഒരു ചിന്ത ഞാൻ പറയാം. ഒടുവിൽ നമുക്ക് ഒരുമിച്ച് അല്പസമയം പ്രാർത്ഥിക്കണം. മൂന്നാമത്തെ ചിന്ത ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായത്തിലാണ്. ഇതെല്ലാം ഈ അബ്രഹാം, ഇസഹാക്ക്, യാക്കോബുമായി ബന്ധപ്പെട്ട ചിന്തകളിലാണ്. ഹല്ലേലൂയ. യാക്കോബിൻ്റെ സ്തോത്രം, ഹല്ലേലൂയ, 11ാമത്തെ മകനായിരുന്ന ജോസഫ് വീട്ടിലെ ഓമനപുത്രനായിരുന്നു, സ്നേഹഭാജനമായിരുന്നു. അല്ല, നമ്മളതിനെക്കുറിച്ച് അല്പമായി ഒന്ന് ധ്യാനിച്ചതാണ്. അങ്ങനെ യോസഫിൻ്റെ 17ാമത്തെ വയസ്സിൽ യോസഫിനെ സഹോദരന്മാരുടെ ക്ഷേമം അന്വേഷിപ്പാൻ വേണ്ടി പിതാവ് അയക്കുകയാണ്. സഹോദരന്മാരെല്ലാം ആടിനെ മേയ്ക്കുന്നതാണ്. ബെന്യാമിൻ ഒഴിച്ച് ബാക്കി 10 മക്കളും, രൂബേൻ മുതൽ താഴോട്ടുള്ള 10 മക്കളും ആടിനെ മേയ്ക്കുന്നവരാണ്. അവരുടെ ക്ഷേമം അന്വേഷിപ്പാൻ വേണ്ടി, അല്ലെങ്കിൽ ഞാൻ ഇന്നലെ പറഞ്ഞ കണക്ക് നിറമുള്ള നിലയെങ്കിയൊക്കെ ഇട്ടുണ്ട്. ഈ പുള്ളി ഉടുപ്പിട്ടുകൊണ്ട് പോകുന്നത് കാണുമ്പോഴും ഒരു രസമാണ് അല്ലേ? അങ്ങനെ പോകുന്നു. അത് സ്നേഹത്തിൻ്റെ അടയാളമാണ്. നിറമുള്ള ഒരു നിലയെങ്കിയൊക്കെ തയ്ച്ചു കൊടുത്ത് പോവുകയാണ്. പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ ആദ്യമേ ഷേഗേം എന്ന് പറഞ്ഞ സ്ഥലത്ത് ചെന്നു. ഷേഗേമിലാണ് ഇവരെ സാധാരണ ആടിനെ മേയ്ക്കുന്നത്. ഷേഗേമിൽ ചെന്നപ്പോൾ, അല്ലെങ്കിൽ അവരെ അവിടെ കണ്ടില്ല. അപ്പോൾ, അല്ലെങ്കിൽ യോസഫിന് ഭയങ്കര വിഷമമായി. ഏകദേശം നമ്മുടെ ഭാഷയെ പറഞ്ഞൊരു 12ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന പ്രായം, 17 ക്ലാസ്സിൻ്റെ വിഷയമല്ല ഇനി പറഞ്ഞു വരുന്നത്. ആ പ്രായത്തുള്ള യൗവനക്കാരൻ അവിടെ കണ്ടില്ല. അപ്പോൾ ആരോ വഴിപോക്കരൊക്കെ പറയുന്നു, ആരെ തപ്പിയാണ് നടക്കുന്നത്. അത് ഞങ്ങൾ എൻ്റെ ജ്യേഷ്ഠന്മാരെ തിരക്കി വന്നു. യാക്കോബിൻ്റെ മക്കളായതുകൊണ്ട് ഇമാർ പ്രസിദ്ധരാണ്. നിങ്ങൾക്ക് പല ചരിത്രം വായിച്ചാൽ അറിയാം. ഇമാർ വഴക്കുണ്ടാക്കാനും മിടുക്കരാണ്. ഇവിടെ കയറി അടിയുണ്ടാക്കുന്നവരാരാ? യാക്കോബിൻ്റെ മക്കൾ. അതുകൊണ്ട് ഇമാർ പട്ടണത്തിൽ ആരാണ്? പ്രസിദ്ധരാണ്. പിന്നെ ഇമാരുടെ കയ്യിലിരിപ്പ് ശരിയല്ല. 37ാം അധ്യായത്തിൽ വായിച്ചാൽ ഇവരുടെ ദുർവർത്തമാനമൊക്കെ യോസഫ് വന്ന് എവിടെ പറയുമായിരുന്നു? കാരണം ജീവിതം എന്തല്ലായിരുന്നു? ശരിയല്ലായിരുന്നു. അങ്ങനെ ഇവന്മാർ പട്ടണത്തിൽ പ്രസിദ്ധരാണ്. അങ്ങനെയാണല്ലോ, കുപ്രസിദ്ധിയുണ്ട്, പ്രസിദ്ധിയുണ്ടല്ലോ. അങ്ങനെ പ്രസിദ്ധരായിരുന്നു. ഏതോ പറഞ്ഞു ഇവന്മാർ ഇപ്പോൾ എവിടെ പോകുന്ന കണ്ടു? ദോദാനിൽ. നിങ്ങൾ ആ സ്ഥലത്തിനൊന്ന് അടിവരയിട്ടേക്കണം. 37-17 വായിച്ചു. അവർ ഇവിടെ നിന്ന് പോയി, നാം ദോദാനിലേക്ക് പോക എന്ന് അവർ പറയുന്നത് ഞാൻ കേട്ടു എന്ന് അവൻ പറഞ്ഞു. അവർ ദോദാനിലേക്ക് പോയി. ദോദാൻ എന്ന സ്ഥലത്തെക്കുറിച്ച് നിങ്ങൾ ഓർക്കണം. ദോദാൻ ഇവിടെ വെച്ചാണ് യോസഫിനെ സഹോദരന്മാർ പിടിക്കുന്നത്. ഇതാ വരുന്നു സ്വപ്നക്കാരൻ. അവൻ അഡ്രസ്സൊക്കെ കൊടുത്ത് ഞങ്ങളുടെ അനിയൻ വരുന്നല്ല പറഞ്ഞു. ഇവൻ എന്താ പറഞ്ഞു? പണ്ടൊക്കെ രക്ഷിക്കപ്പെടുന്നത് ഇതാ ഉപദേശി വരുന്നൊക്കെ പറയുന്നല്ലേ. ഉപദേശി ഇതാ വരുന്നു, സ്വോത്രക്കാരി വരുന്നു, സൂത്രക്കാരി വരുന്നൊക്കെ പറഞ്ഞ് നമ്മളെ ആക്ഷേപിച്ച എത്രയോ കാലഘട്ടങ്ങളൊക്കെ ഉണ്ടല്ലോ. പെന്തിക്കോസുകാരെ ആക്ഷേപിക്കുന്ന ഒരു കാലഘട്ടം. ഇപ്പം ഇതാ വരുന്നു സ്വപ്നക്കാരൻ. അതിനൊരു സ്വോത്രം പറഞ്ഞാട്ടെ. കാരണം എൻ്റെ സഹോദരന്മാർക്ക് ഒരു കാര്യം മനസ്സിലായി, എനിക്ക് എന്തോ ഉണ്ടെന്ന്, എനിക്കൊരു സ്വപ്നമുണ്ടെന്ന്. നിങ്ങളെ എന്തെങ്കിലും ചൊല്ലി ആക്ഷേപിച്ചാൽ നിങ്ങൾക്കത് ഉള്ളത് കൊണ്ടാണ് അവരത് മനസ്സിലാക്കിയത്. എൻ്റെ സ്വപ്നത്തിൻ്റെ വിലയെന്ന് പറഞ്ഞാൽ ഒന്നും മണ്ണിലെ സ്വപ്നമാണ്. അല്ലെങ്കിൽ നിലത്ത് വിളയുന്ന കതിർമണികൾ, എല്ലാവരുടെയും കതിർ വളയുമ്പോൾ എൻ്റെ നെൽമണികൾ നേരെ നിൽക്കും. അതിൻ്റെ ഒരു സ്വപ്നമാണ്. എന്നെ എവിടെ കൊണ്ട് നട്ടാലും ഞാൻ വളരുമെന്നുള്ളത് എൻ്റെ ഒരു സ്വപ്നം. അല്ലല്ല, അത് ഇന്ത്യയിലാണേലും ആഫ്രിക്കയിലാണേലും അമേരിക്കയിലാണേലും അന്റാർട്ടിക്കയിലാണേലും ഓസ്ട്രേലിയയിലാണേലും അല്ലെങ്കിൽ അറ്റ്ലാന്റിക്കിൻ്റെ ഒത്ത നടുവിൽ കൊണ്ട് നിങ്ങളെ നട്ടാലും നിങ്ങൾ മുളയ്ക്കുമെന്ന് വിശ്വസിക്കണം. അതാ യോസഫിൻ്റെ 1ാമത്തെ സ്വപ്നം. 2 നക്ഷത്രത്തെ പോലെ ഞാൻ തിളങ്ങും. എവിടെ പോയാലും, അല്ലെങ്കിൽ എല്ലാം ഇരുണ്ടു പോയാലും എൻ്റെ നക്ഷത്രത്തിൻ്റെ തിളക്കം മങ്ങത്തില്ല. സൂര്യനും ചന്ദ്രനും മറ്റു നക്ഷത്രങ്ങളും എന്നെ വണങ്ങത്തക്കവണ്ണം എൻ്റെ തിളക്കം ആർക്കും മങ്ങിക്കാൻ കഴിയത്തില്ല. ഇരുട്ടെന്നെ മൂടിക്കളയട്ടെ, രാത്രി എനിക്ക് ചുറ്റും മറവായി വരട്ടെ എന്ന് പറഞ്ഞാലും ഇരുട്ട് പോലും മറവല്ലാത്ത സ്വർഗം പറയുന്നു, ഞാൻ നിന്നെ കയ്യിലൊരു നിക്ഷേപമായി തിളങ്ങുന്ന നക്ഷത്രമാക്കി മാറ്റുമെന്ന്. എവിടെ പോയാലും എൻ്റെ വെളിച്ചം ഊതിക്കെടുത്തുവാൻ ആർക്കും കഴിയത്തില്ല. അത് നമുക്കുള്ള ചരിത്രത്തിൽ നമുക്കറിയാമല്ലോ. പൊട്ടക്കിണറ്റിട്ടാലും കാരാഗ്രഹത്തിൽ അടച്ചാലും എൻ്റെ വെളിച്ചവും എൻ്റെ കൃപാവരവും മങ്ങിച്ചു കളയുവാൻ ആർക്കും കഴിയത്തില്ല എന്ന ദർശനം സ്വപ്നമായി കൊടുത്താണ് ദൈവം യോസഫിനെ പുറത്തെടുത്തത്. ഇവിടെ അല്ലെങ്കിൽ ദോദാൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇവിടെ ഒരു പൊട്ടക്കിണറുണ്ട്. ഈ പൊട്ടക്കിണറിൻ്റെ പ്രത്യേകത ഇപ്പോൾ വന്നല്ലേ ഈ സ്വപ്നക്കാരനെ പിടിച്ചിടുന്ന സ്ഥലമാണ്. എൻ്റെ അർത്ഥം നിങ്ങൾക്കിങ്ങനെ വ്യാഖ്യാനിക്കാം, നമുക്കിങ്ങനെ വ്യാഖ്യാനിക്കാം. ഒരു പ്രവാചകന് വളരാൻ പറ്റിയ സ്ഥലമല്ല ഇവിടെ ചാർലി പാസ്റ്റേ, ദോദാൻ. കാരണം ആകെ ഒരു കൊച്ചു സ്വപ്നം കൊണ്ടാണ് വന്നത്. അവനെ പിടിച്ച് ഇവിടെ താത്തു, പൊട്ടക്കിണറ്റിൽ താത്തു. അപ്പോൾ ദോദാൻ പറയുന്ന ഒരു ചരിത്രമുണ്ട്. ഇവിടെ സ്വപ്നക്കാർക്കൊന്നും സാധ്യതയില്ല എന്ന് പറഞ്ഞാൽ, വിഷണറി ഹാസ്, അല്ലെങ്കിൽ ഇവിടെ ഒരു സാധ്യതയില്ല. ദർശനക്കാർക്കൊന്നും ഒരു
സാധ്യതയില്ല. ഈ പൊട്ടക്കിണറിൽ, വെള്ളമില്ലാത്ത പൊട്ടക്കിണറ്റിൽ അവൻ്റെ കയ്യിൽ ആഹാരം തട്ടിയെടുത്തിട്ട് വസ്ത്രം പറിച്ചുരിഞ്ഞ് അവനെ താഴ്ത്തിയ സ്ഥലമാണ് ഈ പൊട്ടക്കിണർ. ഇവിടെ ദർശനക്കാരനെ നാട് കടത്തിയ സ്ഥലമാണ്. ദോതാൻ എന്ന് പറഞ്ഞാൽ ദർശനക്കാരനെ നാട് കടത്തുന്ന സ്ഥലമാണ്. 20 വെള്ളിക്കാശിന് ജ്യേഷ്ഠന്മാർ വിറ്റിട്ട് അവന് അന്യദേശത്തേക്ക് അടിമയായി വിറ്റ സ്ഥലമാണ് ദോതാൻ. അർത്ഥാൽ ദോതാൻ സാധ്യതകളുള്ള സ്ഥലമല്ല. ദോതാൻ ശുശ്രൂഷയുടെ സാധ്യതയില്ല. ദോതാനിൽ ശുശ്രൂഷകന്മാർ വളരുകയില്ല. ദോതാനിൽ ദർശനക്കാരുടെ ദർശനത്തിന് മങ്ങലേൽപ്പിക്കും. ദോതാനിൽ ശുശ്രൂഷകന്മാർ നാട് കടത്തപ്പെടും. ദോതാനിൽ നിന്ന് ശുശ്രൂഷകന്മാർക്ക് ഒരു ഉയർച്ച ഉണ്ടാകത്തില്ല എന്ന് എഴുതിത്തള്ളിയ സ്ഥലമാണ്. നമ്മുടെ കുറിവാക്യം പണ്ടുള്ളവയെ നിങ്ങൾ ഓർക്കണ്ട, അല്ലല്ലേ, മുമ്പുള്ളവയെ നിങ്ങൾ എന്ത് ചെയ്യണ്ട, നിരൂപിക്കണ്ട. ഇതാ ഞാൻ ഒരു പുതിയ ചെയ്യുന്നു, അല്ലെ. ദോതാൻ്റെ ചരിത്രം ദൈവം അങ്ങ് മാറ്റാൻ തീരുമാനിച്ചു. നിങ്ങളെ നാട് കടത്തിയിട്ടുണ്ടെങ്കിൽ, അർത്ഥാൽ നിങ്ങളെ അവഗണിച്ച നാടിനെ സ്വർഗം കയ്യിലെടുക്കാൻ പോകുകയാണ്. എന്താ അതിൻ്റെ ചരിത്രമല്ലടി? എന്ത് സംഭവിച്ചെന്ന് നിങ്ങൾക്കറിയാമോ? 2 രാജാക്കന്മാരുടെ പുസ്തകം 6-ാം അധ്യായം എൻ്റെ 1-ാം വാക്യം തൊട്ട് വായിക്കണ്ട, അല്ലല്ലേ. അവിടെ ഇങ്ങനെ കാണുന്നത് ഏലിശ, ഇപ്പം നേരത്തെ പ്രിയ വൈദ്യുതി ഓർപ്പിച്ച ആത്മാവിൻ്റെ ഇരട്ടി പങ്കുമായി കുതിച്ചു നിൽക്കുന്ന ഏലിശ. സ്തോത്രമല്ലടിയ. ഇരട്ടി പങ്കൊക്കെ തൻ്റെ ദേഹത്ത് കൊണ്ട് നടക്കുന്നു. ഇന്നലെ നമ്മൾ പറഞ്ഞ കണക്ക് ഒരാൾ പറഞ്ഞ് എനിക്ക് മതിയെന്ന്, ഒരാൾ പറയുന്നു പോരാ. ദൈവം നമ്മളെ വ്യത്യാസം. ഏലിയ പറയുന്നു, ഏലിയ എന്താ പറഞ്ഞേ? മതി എന്ന് പറയുന്നു. ഏലിശ എന്താ പറയുന്നത്? എനിക്ക് പോരാന്ന് പറഞ്ഞു. ഇത് നമ്മളെ ഇത്രയുള്ള വ്യത്യാസം. ഇതാ കാലഘട്ടത്തിൻ്റെ വ്യത്യാസം. ഒരാൾ പറയുക മതി, ഓടിയത് മതി, ശുശ്രൂഷിച്ചത് മതി, കാക്കയെ കണ്ടത് മതി, സാരേഫാത്തി പോയത് മതി, അല്ലെ തീ ഇറക്കിയത് മതി, പ്രസംഗം മതി, ശുശ്രൂഷ മതി, പാട്ട് മതി, ഇനി വല്ല വിധേന എവിടെ പോയാൽ മതി, എന്നെ അങ്ങ് എടുത്താൽ മതി. പക്ഷെ ഒരു പയ്യൻ പറയുകയാണ് എനിക്ക് പോരാ. ഞാൻ കാളെ പൂട്ടിക്കൊണ്ടിരുന്ന സ്ഥലത്തു നിന്ന് എന്നെ വലിച്ചിറക്കി ഇങ്ങോട്ട് ഇട്ടത്. എൻ്റെ മേലൊരു പുതപ്പ് വീണു. ഐ നീഡ് ദ ഡബിൾ പോർഷൻ ഓഫ് ദ അനോയിൻറ്റിംഗ്. എനിക്ക് ഇരട്ടി കൃപ വേണം. ഒരാൾ മതിയെന്ന് പറയുമ്പോൾ ഇന്ന് രാത്രി യു ആർ ഐഡൻറ്റിഫൈങ് വിത്ത് ആരുടെ കൂടെ നിങ്ങൾ നിൽക്കുന്നതെന്ന് അറിയണം. മതിയെന്ന് പറയുന്നവരുടെ കൂട്ടത്തിലാണോ, പോരാ എന്ന് പറയുന്നവരുടെ കൂട്ടത്തിലാണോ? എനിക്കിത് പോരാ കർത്താവേ, ഇത്രയും പാടിയാൽ പോരാ, ഇത്രയും പ്രസംഗിച്ചാൽ പോരാ, ഇത്രയും ആരാധിച്ചാൽ പോരാ, ഇത്രയും ദൈവത്തിന് വേണ്ടി ജീവിച്ചാൽ പോരാ, ദൈവത്തിന് വേണ്ടി എനിക്ക് ഇനി ഓടണം, എനിക്ക് ഇനി അധ്വാനിക്കണം, ഇനിയും യോർദാൻ മുറിക്കണം, ഇനിയും വൻകാര്യങ്ങളെ ചെയ്യണം, ഇനിയും കർത്താവിനെ ഉയർത്തണം, ഇനിയും അനേകർ എൻ്റെ കുടുംബത്തിൽ നിന്ന് യേശുവിനെ കണ്ടുമുട്ടണം. ഞാൻ കർത്താവിനെ കണ്ടുമുട്ടി, എൻ്റെ കുടുംബത്തിൽ അനേകർ യേശുവിൻ്റെ വകയായി മാറണം. ഞാൻ സ്നാനപ്പെട്ടു, അനേകർ സ്നാനമേൽക്കണം. ഞാൻ ആത്മാവിൽ നിറഞ്ഞു, അനേകർ എന്നോടൊപ്പം ആത്മാവിൽ നിറയണം. ഞാൻ അന്യഭാഷയിൽ സംസാരിക്കുന്നു, അനേകർ ആത്മാവിൽ നിറഞ്ഞ് കർത്താവിനെ സ്തുതിക്കണം. ഹല്ലേലൂയ. ഞാൻ കർത്താവിനെ കണ്ടുമുട്ടി, അനേകർ യേശുവിനെ കണ്ടുമുട്ടണം. എനിക്കിത് കണ്ടത് പോരാ. ഒരു ഹൃദയംഗമായ ഒരു പ്രാർത്ഥന ഇന്ന് രാത്രി വേണം. ഐ നീഡ്, അല്ലല്ലേ. ആ പ്രസംഗമല്ല ഞാനിത് പറയുന്നത്. അങ്ങനെ ഏലിശ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും ഒന്നിനു പുറകെ ഒന്നായി ചെയ്ത് മുന്നേറുന്ന സമയം ഏലിശയുടെ കൂടെ ഉണ്ട് ശിഷ്യന്മാർ, പ്രവാചക ശിഷ്യന്മാർ. ഏലിയാവിൻ്റെ കൂടെ 50 വീതമുള്ള ബൈബിൾ കോളേജായിരുന്നു. അത് സ്കൂൾ ഓഫ് പ്രൊഫസി എന്ന് പറയും. അത് ഗിൽഗാലുണ്ടായിരുന്നു, എരിഹോവിലുണ്ടായിരുന്നു, യോർദാനിലുണ്ടായിരുന്നു. 3 സ്ഥലത്ത് ഏലിശയ്ക്ക് എന്തോ ഉണ്ടായിരുന്നു, ബൈബിൾ കോളേജ് ഉണ്ടായിരുന്നു അന്നത്തെ കാലത്ത്. അപ്പം പ്രിൻസിപ്പളിനെ ദൈവം പറഞ്ഞ് ഞാൻ നിന്നെ എടുക്കാൻ പോകാമെന്ന് പറഞ്ഞു. അപ്പം പിന്നെ ശിഷ്യന്മാരെല്ലാം കൂടെ ആ പുള്ളി പോവുകയാണെങ്കിൽ അടുത്ത പ്രിൻസിപ്പൾ ആരാണ്? ഞാൻ. പക്ഷേ ഏലിശ പറഞ്ഞു എനിക്കിതൊന്നും പോരാ, എനിക്ക് അങ്ങ് എവിടെ പോകുന്ന പുറകെ വരണം, വേറെ ചോയ്സ് ഒന്നുമില്ല, പുറകെ വരണം എന്ന് പറഞ്ഞു. ഇവരെല്ലാം അവിടെ പറഞ്ഞു നീ മണ്ടത്തരാ കാണിക്കുന്നത്. ഏലിശ പറഞ്ഞു അതൊരു മണ്ടത്തരമൊന്നുമല്ല, എനിക്കറിയാം, അല്ലല്ലേ, വെറുതെ എൻ്റെ മേലിൽ പുതപ്പ് വീഴത്തില്ലെന്ന് എനിക്കറിയാം, അല്ലേ. 12 ജോഡി കാളയെ പൂട്ടുന്ന, അല്ലല്ലോ, ഈ ഷാഫാത്തിൻ്റെ വയലിൽ അവസാനത്തെ കാളയെ അധ്വാനിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ മേലിൽ പുതപ്പ് വീണെങ്കിൽ, ഞാൻ ഈ കലപ്പ വെട്ടിക്കേറിയെങ്കിൽ എൻ്റെ യാത്ര വെറുതെ ആകത്തില്ലെന്ന് എനിക്കറിയാം, അല്ലല്ലേ. ഇഫ് യു ക്യാൻ ഫീൽ ദ വാംനെസ് ഓഫ് ദ ടച്ച് ഓഫ് ദറ്റ് മാൻറ്റിൽ, ആ പുതപ്പിൻ്റെ ചൂട് നിങ്ങളുടെ ദേഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു യാത്ര മുന്നോട്ടുണ്ട്, അല്ലല്ലേ. ഇടം വലം ആൾക്കാർ നിങ്ങളെ നിരുത്സാഹപ്പെടുത്തും. പോകരുത് പോകരുത്, അവിടെ വലിയ പരാജയമാണ്, അവിടെ നിരാശയാണ്. എൻ്റെ ശുശ്രൂഷയിൽ എത്രയോ പേര് പറഞ്ഞിരിക്കുന്നു ആ സ്ഥലത്ത് പോകരുത്, അവിടെ അത് ചെയ്യരുത്. പക്ഷെ പരിശുദ്ധാത്മാവ് പറഞ്ഞിടത്ത് മാത്രമേ പോകാറുള്ളൂ. പോയിടത്തൊക്കെയും ദൈവത്തിൻ്റെ പ്രവൃത്തി കണ്ടിട്ടുണ്ട്. ഇന്ന് രാത്രി ഞാൻ വിശ്വസിക്കുന്നു, ഇഫ് യു ക്യാൻ ഫീൽ ദ ടച്ച് ഓഫ് ദറ്റ് മാൻറ്റിൽ, നിങ്ങളുടെ മേൽ വീണ പുതപ്പിൻ്റെ ചൂട്, ദൈവദാസി കുഞ്ഞെ നിനക്കത് അറിയാമെങ്കിൽ, പുതപ്പിൻ്റെ ചൂടുള്ളിടത്തോളം നിന്റെ കൃപയുടെ ജ്വലനം പട്ടണം കാണാൻ പോകുകയാണ്. എത്ര പേര് ആത്മാവിൽ അത് ഏറ്റെടുക്കും? ഐ ക്യാൻ ഫീൽ ഇറ്റ്. എനിക്കതറിയാം. എൻ്റെ മേൽ വ്യാപരിക്കുന്ന ആത്മാവ്, ഫ്രം ദ ടോപ്പ് ഓഫ് ദ ഹെഡ് ടു ദ ടിപ്പ് ഓഫ് ദ ടോ, ഐ ആം സാച്ചുറേറ്റഡ് വിത്ത് അനോയിന്റിംഗ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിൻ്റെ നിറവ് എൻ്റെ ഉച്ച മുതൽ പെരുവിരൽ വരെ ഇന്ന് രാത്രി എനിക്ക് അനുഭവിക്കാം. എൻ്റെ അടുത്തിരിക്കുന്ന ആൾക്ക് അതറിയത്തില്ല. എനിക്കറിയാം എൻ്റെ ഉള്ളിൽ കത്തുന്ന ആത്മാവിൻ്റെ അഗ്നി. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ നിറവോടെ പോകുന്നതല്ലേ. അവിടെ ചെല്ലുമ്പോഴല്ലേ ഗിൽഗാലിലെ ക്ഷാമം മാറുന്നു. താൻ ചെല്ലുമ്പോൾ സ്തോത്രമല്ലിയ അവിടുത്തെ കയ്പുള്ള വെള്ളം പഥ്യമുള്ള ഉറവയായി മാറുന്നു.
അങ്ങനെ ഒരിക്കലും മഴയില്ലാത്തടത്ത്, കാറ്റില്ലാത്തടത്ത്, കുഴി കുത്തുന്നിടത്ത് വെള്ളം ഒഴുകി നിറയുന്നു. അത്ഭുതങ്ങളുടെ കൂമ്പാരമാ ഏലീശയുടെ ജീവിതത്തിൽ. 5-ാം അധ്യായത്തിൽ നയമാൻ്റെ സൗഖ്യം. 6-ാം അധ്യായം വരുമ്പോൾ കൂടെയുള്ള ആൾക്കാരുടെ എണ്ണം കൂടിയപ്പോൾ ഒരു പ്രശ്നം. നമുക്ക് പാർക്കുന്ന സ്ഥലം എന്തായി? 6-ാം അധ്യായത്തിന് 1 തൊട്ടുള്ള വാക്യങ്ങളാണ്. ഏലീശയുടെ പ്രവാശിഷ്യന്മാർ അടുത്ത് നിന്ന് പറഞ്ഞു, ഗുരു, നമ്മൾ പാർക്കുന്ന സ്ഥലം ഇടുക്കമുള്ളത്. ഏകദേശം 100 പേരുണ്ട് തൻ്റെ കൂടെ. 4-ാം അധ്യായത്തിൽ വായിക്കുമ്പോഴുണ്ട് 100 പേരുണ്ട്. എന്നാലും ചോദിക്കുക, 100 പേർക്ക് പാർക്കാനുള്ള സ്ഥലം ഇപ്പം വേണം, ഒരു ഇടുക്കമാണ്. അപ്പോൾ ഏലീശ പറഞ്ഞു, നിങ്ങൾ ഒരു കാര്യം ചെയ്യാം, ഞങ്ങൾ പോയി മരം വെട്ടിക്കൊണ്ട് വരാമെന്ന് പറഞ്ഞ സംഭവമൊക്കെ നിങ്ങൾക്കറിയാം. മരം വെട്ടാൻ പോകുന്ന ഒരുത്തം പോകുന്ന വഴിക്ക്, അതും കടം വാങ്ങിച്ച ഓടാലിയാണ്. വെട്ടുന്ന വഴിക്ക് പിടി ഊരി കൈ പോയി. അവസാനം ഇപ്പം എന്ത് മാത്രമേ ഉള്ളൂ? പിടി മാത്രമേ ഉള്ളൂ. നമുക്കും അങ്ങനെയൊക്കെ ഉള്ളു ചില സമയത്തൊക്കെ. ഇപ്പം എന്ത് മാത്രമേ ഉള്ളൂ? മൂർച്ചയുള്ള മുനയുള്ള ഷാർപ്പ് എഡ്ജൊക്കെ പോയി. ഇന്ന് രാത്രി അതൊക്കെ ഒന്ന് തിരിച്ചു പിടിക്കുന്ന ഉണർവെന്ന് പറയുന്നത്. ഹല്ലേലൂയ. കർത്താവ് പണ്ട് പ്രസംഗത്തിന് എന്തോ ഒരു ചൂടാരെന്നറിയാമോ? പ്രാർത്ഥിക്കാൻ എന്തോ ഒരു ഉത്സാഹമാണ്. ഇപ്പം എന്ത് മാത്രമേ ഉള്ളൂ? ജസ്റ്റ് വിയർ ദറ്റ് ഹാൻഡിൽ മാത്രമേ ഉള്ളൂ. അത് ആ കമ്പ് വെട്ടി എറിഞ്ഞു, ആ പിടി തിരിച്ചൊക്കെ കിട്ടി. അങ്ങനെ 100 പേർക്കുള്ള വീട് പണിതു. അതൊക്കെയാണ് ചരിത്രം. ഇത്രയും മനസ്സിലായല്ലോ ഈ പറഞ്ഞത്. ഇപ്പം ഏലീശായ്ക്കും 100 പേർക്കും പണിയാവുന്ന ഒക്കെ പറഞ്ഞാട്ടെ ഒരു സ്കൂൾ ഓഫ് പ്രൊഫസി, പ്രവാചകശാല പണിതു. അത് നമുക്ക് വലിയ എക്സൈറ്റ്മെൻ്റ് ഒന്നുമില്ല. എൻ്റെ ചോദ്യം ഇതാണ്, അല്ലേ, എവിടെ അവർ പണിതെന്ന് അറിയണ്ടേ? ഇനി 6-13 ചെന്ന് അവൻ എവിടെയിരിക്കുന്നു എന്ന് നോക്കുവിൻ, ഞാൻ ആളയച്ച് അവനെ പിടിപ്പിക്കും ഈ എന്ന്. ചരിത്രമല്ല, അരാം രാജാവ് ബെൻഹദദ് ഇസ്രായേൽ രാജാവുമായിട്ട് എന്ന് യുദ്ധമാണ്. എന്ന് യുദ്ധത്തിന്റെ സമയത്ത് രാജാവ് വീട്ടിനകത്ത് മുറിക്കകത്ത് ഇരുന്നു കൊണ്ട് പ്ലാനും ഇന്ന വഴി കൂടെ പോയി ഇന്ന വഴി കൂടെ ചെന്നാൽ ഇസ്രായേൽ രാജാവിനെ തോൽപ്പിക്കാന്ന് പറയും. പക്ഷെ ഇവർ വരുന്ന വഴിക്ക് കണ്ട് ഇവിടെ കുന്തം പിടിച്ചുകൊണ്ട് ആര് നിൽക്കുന്നു? ഇസ്രായേലിന്റെ പടന്മാർ നിൽക്കുന്നു. ആ പ്രശ്നമായി. എന്താണെന്നറിയണോ? ഇതെന്തോ പറ്റിയെന്നറിയണ്ടേ? അവസാനം ഇത് സ്ഥിരം ഒന്നല്ല, അവിടെ എഴുതിയിരിക്കുന്നത് 1 അല്ല 2 അല്ല പലവട്ടം, 7-ാം വാക്യം തൊട്ട് 1 അല്ല 2 അല്ല പലവട്ടം ഇത് സംഭവിച്ചപ്പോൾ ഈ അരാം രാജാവിൻ്റെ ചങ്കടിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, നമ്മുടെ ഇടയിൽ ചാരന്മാരുമല്ലോ, സാധാരണ സംഭവിക്കുന്നത് ഈ ന്യൂസൊക്കെ ഇങ്ങനെയാണല്ലോ ലീക്ക് ആവുന്നത്, ചാരന്മാരുമല്ലോ ഉണ്ടോ എന്ന്. പക്ഷേ അല്ലല്ലേ, ഇന്നത്തെ കാലത്ത് പോലെ ഹാക്കേഴ്സ് ഒന്നും ഇല്ലാത്ത കാലം. അപ്പോൾ ചാരന്മാരുണ്ടോ എന്ന് ചോദിച്ചു. അവർ പറഞ്ഞു, അങ്ങനല്ല സാറേ സംഭവം. ഒരു സംഭവമുണ്ട്, അവിടെ ഒരു പ്രവാചകനുണ്ട്, പേര് ഏലീശ എന്നാണ്. അങ്ങ് ശയനഗ്രഹത്തിൽ കിടക്കമുറിയിൽ വെച്ച് ചിന്തിച്ചാൽ പോലും അത് ആർക്ക് വെളിപ്പെട്ട് കിട്ടും? ആ കൃപയൊക്കെ നാലോ ഇതാ ഈ ആത്മാവിന് ഇരട്ടി പങ്കെന്നൊക്കെ പറയും. അല്ലല്ലേ, എല്ലാവരും ചിന്തിക്കുന്നത് എനിക്ക് വെളിപ്പെട്ട് കിട്ടുമെന്ന്. ഒരുപാട് സന്തോഷമുണ്ട് ഇതൊക്കെ. അല്ല, അവരുടെയൊക്കെ ഹൃദയത്തിൽ കൂടെ പോകുന്നത് നിങ്ങൾക്ക് അറിയുന്ന കൃപ അവരല്ല ഈ പറഞ്ഞു വരുന്നത്. ശത്രുവിൻ്റെ പദ്ധതി നമ്മുടെ പ്രാർത്ഥനാ മുറിയിൽ വെളിപ്പെട്ട് കിട്ടുന്നതിൻ്റെ പേരാ ഡബിൾ പോർഷൻ ഓഫ് ദ അനോയിന്റിങ്. ഹല്ലേലൂയ. നിങ്ങൾക്ക് വിരോധമായി ശത്രു എഴുതുന്ന രേഖകളുടെ ബ്ലൂ പ്രിന്റ് നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ, നിങ്ങളുടെ ഭിത്തിയിൽ ഒരു സ്ക്രീനിൽ എന്ന പോലെ തെളിവായി വരച്ചു തരുന്നതിൻ്റെ പേരാ ആത്മാവിൻ്റെ ഇരട്ടി പങ്കെന്ന്. ഹല്ലേലൂയ. അങ്ങനെ ഏലീശയാന്ന് അറിഞ്ഞു. അപ്പോൾ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, പുള്ളിയെ പോയി പിടിച്ചിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെയാണ് സൈന്യങ്ങളെയൊക്കെ കൂടെ അയച്ചുകൊണ്ട് എങ്ങോട്ട് വിട്ടു? ഇനി വായിച്ചു മോളെ. അവൻ ദോദാനിലുണ്ടെന്ന് അവന് അറിവ് കിട്ടി. ഈ പുള്ളി വീട് വെച്ചിരിക്കുന്ന സ്ഥലത്തിന്റെ പേരെന്താ? ദോദാൻ. പ്രൈസ് ദി ലോർഡ്. എത്ര പ്രവാചകന്മാരുണ്ട് അവിടെ? 101. ഹല്ലേലൂയ. ഒരു കുട്ടിപ്രവാചകനെ പോലും വളരാൻ സമ്മതിക്കാത്ത ദോദാൻ, ഒരു പ്രവാചകന്റെ ദർശനത്തെ കുഴിയിൽ മൂടിയ അതേ ദോദാൻ, ഒരു പ്രവാചകനെ തൂക്കി വിറ്റ അതേ ദോദാൻ, ഒരു പ്രവാചകന് 20 വെള്ളിക്കാശ് മാത്രമേ വിലയുള്ളൂ എന്ന് സഹോദരന്മാർ തീരുമാനിച്ച ദോദാന്റെ അല്ലെങ്കിൽ ആ പൊട്ടക്കിണറിൽ അടിസ്ഥാനം ഇട്ടുകൊണ്ട് പ്രവാചകശാല പണിതുയർത്തുവാൻ ദൈവം പദ്ധതി ഒരുക്കിയെങ്കിൽ, ഓ റാബാന ഹസ്തരാധകന, ഇരട്ടി ആത്മാവുള്ള ആരെങ്കിലും ഇതിനകത്ത് ഇന്ന് രാത്രി ഐ നീഡ് ദ ഡബിൾ പോർഷൻ ഓഫ് ദ അനോയിന്റിങ്. നിന്റെ ശുശ്രൂഷയോട് പരിശുദ്ധാത്മാവ് ദൂത് പറയുന്നു, നിന്റെ കുടുംബത്തോട് ദൂത് പറയുന്നു. മനുഷ്യർ തള്ളിയ സ്ഥാനത്ത്, മനുഷ്യർ ഓടിച്ച സ്ഥാനത്ത് ഞാൻ എൻ്റെ പണിതുയർത്തും. ഉദരമനാരികാരവന ഹസ്തരാധകൽ കടകന വൈഷമനാധികര. ഹല്ലേലൂയ. ദോദാനെ ദൈവം കരങ്ങളിലെടുത്തെങ്കിൽ ഇന്ന് രാത്രി നിങ്ങളുടെ കുടുംബത്തെ, കുടുംബജീവിതത്തെ, നിങ്ങളുടെ സഭയെ, നിങ്ങളുടെ ശുശ്രൂഷയെ സ്വർഗം ഒന്ന് തൊട്ടാൽ, മനുഷ്യർ വിൽക്കട്ടെ, മനുഷ്യർ തൂക്കി വിൽക്കട്ടെ, മനുഷ്യർ വിലയിടിച്ച് കാണട്ടെ, മനുഷ്യർ അധപ്പതിക്കട്ടെ, മനുഷ്യർ അപമാനം പറഞ്ഞു വരുത്തട്ടെ, പക്ഷെ നിങ്ങളുടെ സ്വപ്നത്തിനും നിങ്ങളുടെ ദർശനത്തിനും വിലയുണ്ടെന്ന് തെളിയുന്നൊരു കാലം തൊട്ട് മുമ്പിലുണ്ട്. ഹല്ലേലൂയ. 100-ലധികം പ്രവാചകന്മാർ ഒരുമിച്ചിരുന്ന് പ്രവചിക്കത്തക്കവണ്ണം, ഒരുമിച്ച് ശുശ്രൂഷിക്കത്തക്കവണ്ണം, ഒരുമിച്ച് ആരാധിക്കത്തക്കവണ്ണം ദോദാനെ ദൈവം കയ്യിലെടുത്തെങ്കിൽ ഇന്ന് രാത്രി പണ്ടുള്ളവയെ നിങ്ങൾ നിരൂപിക്കണ്ട, മുമ്പുള്ളവയെ നിങ്ങൾ ഓർക്കണ്ട. ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു. പാഴ്മലകളിൽ അല്ലെങ്കിൽ ഞാൻ നീരുറവകളും അല്ലെങ്കിൽ വരണ്ട ദേശത്ത് ഉറവകളും പുറപ്പെടുവിപ്പിക്കുവാൻ ദൈവം ശക്തനാണെന്ന് ഇന്ന് രാത്രി എൻ്റെ ജനം വിശ്വസിക്കണം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അതാ ദൈവത്തിൻ്റെ പദ്ധതി എന്ന് പറയുന്നത്. ദോദാനിൽ
ഇവിടെ കാരണം ഇന്നിവിടെ പ്രവാചകന്മാർക്ക് വിരോധമായി കരമുയർത്തതിൻ്റെ കാരണം ഒരിക്കൽ ദേശശക്തികൾ അല്ലെങ്കിൽ സഹോദര ശക്തികൾ, പാരമ്പര്യ ശക്തികൾ പ്രവാചകന് നേരെ കരമുയർത്തി, ശബ്ദമുയർത്തി, അവൻ്റെ നിറമുള്ള വസ്ത്രം വലിച്ചു കീറി, അവനെ ആക്ഷേപിച്ച് അപമാനിച്ച് പുറത്തുവിട്ട് അതേ സ്ഥലത്ത് എന്തുകൊണ്ടാ ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ ചോദിക്കുന്നു, ദോതാനിൽ ഒരു ദുഷ്ടനും അടുക്കാൻ കഴിയാത്തതിൻ്റെ കാരണം എന്താ? ഇരട്ടി ആത്മാവുള്ള പ്രവാചനം അവിടെ ഉണ്ടെങ്കിലും അതിൻ്റെ 17-ാം വാക്യം വായിച്ചാൽ 6:17. പിന്നെ എലീശ പ്രാർത്ഥിച്ചു, യഹോവ ഇവൻ കാണത്തക്കവണ്ണം. അവിടെ ബാല്യക്കാരൻ പുറത്തോട്ട് ഓടി വന്നപ്പോൾ ഈ അരാം സൈന്യം മല മൊത്തം വളഞ്ഞു നിൽക്കുന്ന കണ്ടു. സ്തോത്രം. ഈ ഏലീശ അകത്തിരിക്കുകയാണ്. പ്രവാചക ശിഷ്യനായ ഗേഹസി ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ബാല്യക്കാരനായിരിക്കാം. പുറത്തോട്ട് ഇറങ്ങി. പുള്ളി രാവിലെ ബ്രഷൊക്കെ ചെയ്തുകൊണ്ട് അങ്ങോട്ട് പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ അതേ സ്പീഡിൽ കൂടി അകത്ത് കയറി. അയ്യോ പ്രവാചകനെ എന്തുകൊണ്ട്? മല മുഴുവൻ അരാം സൈന്യം വളഞ്ഞിരിക്കുന്നു. നമ്മളാണെങ്കിലും ഒന്ന് അയ്യോ എന്നാലൊന്ന് പുറത്തോട്ടൊന്ന് ഇറങ്ങി നോക്കാം, എന്തിനാ ഈ ആംബുലൻസ് എല്ലാം കൂടെ പുറത്ത് വന്ന് നിൽക്കുന്നത്, എന്തിനാ സൈന്യവും പോലീസും ഒക്കെ വന്ന് നിൽക്കുന്നത്? പക്ഷേ ഏലീശ അനങ്ങിയില്ല. ഇരിക്കുന്ന ഇരിപ്പിടത്ത് വിൻഡോയുടെ കട്ടൻ പോലും തുറന്നു നോക്കിയില്ല. കാരണം പുള്ളിക്കൊരു കാര്യം അറിയാം, നമ്മോട് കൂടെയുള്ളവർ അവരോട് കൂടെയുള്ളവരെക്കാൾ ആ എണ്ണമൊക്കെ കൃത്യമായിട്ട് എങ്ങനെ അറിയാൻ പറ്റുന്നത്? എന്നിട്ട് പ്രാർത്ഥിച്ചു, കർത്താവേ ഇവൻ കാണത്തക്കവണ്ണം ഇവൻ്റെ കണ്ണൊന്ന് തുറക്കണം. നമ്മൾ പ്രാർത്ഥിച്ചാൽ മാത്രം മതി. നമ്മൾ കണ്ട മഹത്വം അടുത്ത തലമുറ കാണാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ഓപ്പൺ ദ റൈസ് ലോർഡ്, ഓപ്പൺ ദ റൈസ് ലോർഡ്. കർത്താവ് ഇവരുടെ കണ്ണൊന്ന് തുറക്കണമേ, ഈ കുഞ്ഞിൻ്റെ കണ്ണൊന്ന് തുറക്കണമേ, എൻ്റെ ഭർത്താവിൻ്റെ കണ്ണൊന്ന് തുറക്കണമേ. ഞാൻ കണ്ട മഹത്വം കാണേണ്ടതിന്, ഞാൻ കണ്ട സ്വർഗീയ സേനകളെ കാണേണ്ടതിന്, ഞാൻ കണ്ട വെളിപ്പാട് കാണേണ്ടതിന്. യോർദാൻ്റെ തീരത്ത് വലിയ 2 രാജ 2-ാം അധ്യായത്തിൽ അഗ്നി അശ്വങ്ങളും അഗ്നിരഥങ്ങളും ആകാശത്ത് നിന്ന് ഇറങ്ങി വന്ന് എൻ്റെ യജമാനനായ ഏലിയാവിനെ തേരും തേരാളിയുമായവനെ കൊണ്ടുപോകുന്നത് കണ്ണുകൊണ്ട് കണ്ട കണ്ണ്, അന്ന് കണ്ട ദർശനം ഇതുവരെ മാറിപ്പോയിട്ടില്ല. അന്ന് കണ്ട വെളിപ്പാട് ഇന്ന് വരെ മാറിപ്പോയിട്ടില്ല. എനിക്കറിയാം, ഞാൻ യോർദാൻ്റെ തീരത്താണെങ്കിലും ദോദാനിലാണെങ്കിലും എൻ്റെ ചുറ്റും അഗ്നിദൂതന്മാർ സേനകളായിട്ടുണ്ട്. എന്നെ എതിരേൽപ്പാൻ ദൈവദൂതന്മാർ എൻ്റെ ചുറ്റും കാവലായിട്ടുണ്ട്. ഈ വെളിപ്പാട് എൻ്റെ തലമുറ കാണണമേ, എൻ്റെ മകൻ കാണണമേ, എൻ്റെ കുടുംബക്കാർ കാണണമേ. ഇവൻ കാണത്തക്കം കണ്ണു തുറക്കണമേ. അവൻ കണ്ണു തുറന്നപ്പോഴാണ് കണ്ടത് മല മുഴുവൻ ദൈവദൂതന്മാർ വളഞ്ഞു നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഏലീശ ഭയപ്പെടാഞ്ഞതിൻ്റെ കാരണം, ഏലീശയ്ക്കറിയാം ഞാൻ എവിടെ പാർക്കുന്നോ അവിടെ ദൈവദൂതന്മാരുടെ സാന്നിധ്യമുണ്ട്. അവിടെ സ്വർഗീയ അഗ്നി സേനകളുണ്ട്, സ്വർഗീയ അഗ്നിരഥങ്ങളുണ്ട്. ഈ കാഴ്ചപ്പാടുള്ളത് കൊണ്ടാണ് ഏലീശ ഭയപ്പെട്ടു പോകാഞ്ഞത്. ദോദാൻ്റെ വിജയത്തിൻ്റെ കാരണം അല്ലടിയ മനുഷ്യർ തള്ളിയ സ്ഥാനത്ത്, തകർത്ത സ്ഥാനത്ത് ദൈവദൂതന്മാരുടെ വാസസ്ഥലമായി മാറി. അതെ, പണ്ടുള്ളവയെ നിങ്ങൾ ഓർക്കണ്ട. ദൈവം ഒരു പുതിയ പ്രവൃത്തി ചെയ്യുമെന്ന്. ഈ ദേശത്ത് ദൈവത്തിൻ്റെ പ്രവർത്തിക്കാൻ എനിക്കത് ആവർത്തിച്ച് പറയുന്നതിൽ സന്തോഷമുണ്ട്. God is going to do something extraordinary for this special land. ഈ സ്ഥലത്തിന് വേണ്ടി ദൈവം തന്നെ പ്രവൃത്തി ചെയ്യും. വിശ്വസിക്കുന്നവർ ആത്മാവിൽ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ഓ റബ ശമനരെ കാര്യബല ഹതരാധന. ഹല്ലേലൂയ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. 4-മതൊരു ചിന്ത, മുക്കുവനായ പത്രോസ് സാധാരണ കണ്ടു പഴകിയിട്ടുള്ള ഒരു ചരിത്രമുണ്ട്. ഒരു മത്സ്യം, നിങ്ങളൊരു കടയിൽ നിന്ന് എത്ര മത്സ്യം, എത്ര വിലപിടിപ്പുള്ള മത്സ്യം, ഗോൾഡ് ഫിഷ് എന്നൊക്കെ പേരുണ്ടെങ്കിലും അതിനകത്തൊന്നും ഗോൾഡില്ലെന്ന് നമുക്ക് അറിയാം. അപ്പോൾ ഇങ്ങനെ ഏറ്റവും വിലപിടിപ്പുള്ളൊരു മത്സ്യം ആയിക്കൊള്ളട്ടെ, എത്ര നല്ല മത്സ്യം കിട്ടിയാലും അതിന് എത്ര ദിവസത്തെ ആയുസുണ്ട്? 1-2 ദിവസം. ഈ ഫ്രോസൻ്റെ കാര്യമല്ല ഇതിനെ പറഞ്ഞു വരുന്നത്. എത്ര നല്ല മത്സ്യമാണെന്ന് പറഞ്ഞാലും അതിന് ഇത്ര ദിവസത്തൊക്കെ ഉള്ള ആയുസേ ഉള്ളൂ. ഇഷ്ടം. അപ്പം മത്സ്യത്തിൽ നിന്ന് എന്ത് കിട്ടുമെന്ന് നമുക്കറിയാം. ഇത്ര ഏറ്റവും കോസ്റ്റ്ലി എക്സ്പെൻസീവ് ആയിട്ടുള്ള മത്സ്യങ്ങളൊക്കെ ഉണ്ട്, പലയിടത്തും ജപ്പാനിലൊക്കെ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. എന്നാലും മുക്കുവനായ പത്രോസിന് ഒരു കാര്യം അറിയാം, ഒരു മത്സ്യത്തിന് എന്ത് വിലയുണ്ടെന്ന്. നമ്മൾ മാർക്കൊക്കെ കേട്ടിട്ടുണ്ടല്ലോ, ഒരു ജോലിക്ക് പോലെ ഇത്ര സാലറി കിട്ടും, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് ഇന്നതായിരിക്കും നമ്മുടെ വരുമാന മാർഗ്ഗം. ഇതൊരു ഭൗതിക ഭക്ഷ്യമായിട്ട് ചേർത്ത് വിട്ടതാണ്. പക്ഷേ അങ്ങനെ ഇരിക്കുമ്പോഴാണ് മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായത്തിൻ്റെ 24 മുതലുള്ള വാക്യങ്ങൾ, മാത്യു ചാപ്റ്റർ 17:24 വായിക്കുമ്പോൾ, യേശു കഫർനഹൂമിൽ കടന്നു പോകുമ്പോൾ ടെമ്പിൾ ടാക്സ് പിരിക്കുന്നവർ അവിടെ വന്നിട്ട് പത്രോസിനെ കഴുത്തിന് പിടിച്ച് നിർത്തിയത്. യേശുവിനെ അവർക്ക് പേടിയായതുകൊണ്ട് ആരോട് ചോദിച്ചു? പത്രോസിനോട് ചോദിച്ചു, നിങ്ങളുടെ ഗുരു ഇതിന് കരം അടയ്ക്കുന്നില്ലയോ? കരം അടയ്ക്കുന്നില്ലയോ എന്ന് ചോദിച്ചു. പത്രോസിനെ മുട്ടുകൊട്ട് വരയ്ക്കാൻ തുടങ്ങി, കാരണം പുള്ളി അടച്ചിട്ടില്ല. താഴോട്ട് വായിക്കുമ്പോൾ മനസ്സിലാവും, പത്രോസും എന്ത് ചെയ്തിട്ടില്ല, അടച്ചിട്ടില്ല. യേശുവിൻ്റെ കൂടെ നടക്കുവാണെങ്കിലും അല്ലെങ്കിൽ യേശുവിൻ്റെ കൂടെ നടക്കുന്നതുകൊണ്ട് മാത്രമാണ് ആരും ഒന്നും ചെയ്യാത്തത്, ഉപദ്രവിക്കാത്തത്. അതുകൊണ്ട് പത്രോസ് ഇങ്ങനെ മുങ്ങി നടക്കുകയായിരുന്നു, ടാക്സ് അടച്ചിട്ടില്ല. അപ്പം കാരണം ഇപ്പം വലയും വള്ളമൊക്കെ വിട്ടിട്ട് കർത്താവിൻ്റെ പുറകെ നടക്കുകയല്ലേ.
ശ്രദ്ധിക്കണം ഞാൻ ഈ പറയുന്നത്, അത് ആത്മീയ അർത്ഥത്തിൽ എടുക്കുക. അങ്ങനെ പത്രോസിന് ടാക്സ് അടച്ചില്ല. പക്ഷേ പത്രോസ് വന്നിട്ട് പറഞ്ഞു, വഴി വെച്ച് അവരിങ്ങനെ ചോദിച്ചു, ഗുരു എന്താ ടാക്സ് അടയ്ക്കാത്തത്? നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. അപ്പോൾ ഉടനെ യേശു പറഞ്ഞു, സാധാരണ രാജാക്കന്മാർ ആരോടാണ് ചുങ്കം പിരിക്കുന്നത്? മക്കളോടാണോ ജനങ്ങളോടാണോ ചോദിക്കുന്നത്? പറഞ്ഞു ജനങ്ങളോടാണെന്ന് പറഞ്ഞു. നമ്മൾ ഒഴിവുള്ളവരാണ്, ഞാൻ സ്വർഗീയ പുത്രനാണല്ലോ. പക്ഷേ നമ്മൾ അവർക്ക് എന്ത് ചെയ്യരുത്? ഇടർച്ച വരുത്തുക. വി ആർ ഒബ്ലൈഡ് ടു പേ ദ ടാക്സ്. അല്ലെങ്കിൽ ടാക്സ് വെട്ടിക്കാനൊന്നും പാടില്ല. തുച്ഛമാണ് നമ്മൾ എന്ത് ചെയ്യുക? അതൊക്കെ ഇതിനകത്തുള്ള കാര്യങ്ങൾ. അതിനെക്കുറിച്ച് ഇപ്പം ക്ലാസ് എടുക്കാൻ പറ്റത്തില്ല. നമ്മൾ ഈ ദേശത്തോട് നമുക്കൊരു ഒബ്ലിഗേഷൻ ഉണ്ട്, കടപ്പാടുണ്ട്. രാജ്യത്തോട് നമുക്ക് എന്തുണ്ട്? വിധേയത്വമുണ്ട്. അല്ലെങ്കിൽ അതിന് ഓടി വര വരച്ചേക്കുന്നത്, വരയിൽ കൂടെ തന്നെ പോകണം എന്ന് പറഞ്ഞാൽ വരയിൽ കൂടെ തന്നെ ഞങ്ങൾ വിശ്വാസത്തില യാത്ര ചെയ്തൊന്നും പറ്റത്തില്ല. പിന്നെ പോലീസ് കുറേ വരും. ഒരു 80 മൈൽ സ്പീഡിലൊക്കെ ദൂതം കൂടെ ഇരിക്കും, അത് കഴിയുമ്പോൾ ഇറങ്ങി പോകും കേട്ടോ. അതുകൊണ്ട് ഒരു മര്യാദയ്ക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു ടോളറൻസ് ഒക്കെ ഉണ്ട്. ഒരു 5-10 മൈലൊക്കെ ഇച്ചിരി സ്പീഡ് കൂടിപ്പോയാലും കുഴപ്പമില്ല. അത് കഴിയുമ്പോൾ ദൂതൻ ഇറങ്ങി വേറെ വണ്ടി കയറിയിരിക്കും. അപ്പം ഞാൻ പറഞ്ഞ ദൂതന്മാർ കാവലുണ്ടെന്നൊക്കെ പറഞ്ഞ് നമ്മൾ രാജ്യത്തിൻ്റെ നിയമങ്ങളെ ഒന്നും തെറ്റിക്കാൻ പാടില്ല. അപ്പം അങ്ങനെ അങ്ങോട്ട് പോവുകയാണ്. അപ്പം ഈ മനുഷ്യൻ യേശുവിനോട് പറഞ്ഞ്, കർത്താവെ ടാക്സ് അടയ്ക്കണം. അപ്പോഴും തൻ്റെ ചങ്കിൽ കൂടെ തീയാണ്. ഞാനും എന്ത് ചെയ്തിട്ടില്ല? അടച്ചു. തനിക്ക് ഭാര്യയുണ്ട്, കുടുംബമുണ്ട്, നമുക്കറിയാലോ അല്ലല്ലേ? അമ്മായിമ്മയുണ്ട്, പുള്ളിക്കാർക്ക് ഒന്നും സുഖമില്ലാത്തതോ. അപ്പോൾ അങ്ങനെയുള്ളൊരു പ്രശ്നമുള്ള വീട്ടിലാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് യേശു പറഞ്ഞ ഒരു കാര്യം ചെയ്യും. നിനക്കറിയാവുന്ന ഒരു പ്രൊഫഷൻ ഉണ്ടല്ലോ. ഞാൻ ശ്രദ്ധിക്കണം, ഞാൻ നിങ്ങളെ ഡിറൈവ് ചെയ്ത് ഡിഫൈൻ ചെയ്ത് നിങ്ങളുടെ സാഹചര്യത്തിലേക്ക് ഇറങ്ങി വന്ന് പറയുക. വേറെ കരിയർ ഒന്നും തേടിപ്പോകണ്ട. യു നോ എ പ്രൊഫഷൻ. നിനക്കറിയാവുന്ന ഒരു പ്രൊഫഷൻ ഉണ്ട്. സ്തോത്രം. ആ പ്രൊഫഷൻ ദൈവം അങ്ങനെയാണ്. അല്ലല്ലിയ, നമ്മളെ കൊണ്ട് പറ്റാത്ത കല്ലൊന്നും ദൈവം നമ്മളെ കൊണ്ട് എടുപ്പിക്കത്തില്ല. അല്ലല്ലിയ, വാട്ട് യു ആർ എക്സൽ ഇൻ ദാറ്റ്, അല്ലല്ലിയ, അതിനകത്ത് മാത്രമേ ദൈവം നിങ്ങളെ ഉപയോഗിക്കത്തുള്ളൂ. അങ്ങനെ വിശ്വസിക്കണം. ഞാനത് വിശ്വസിക്കുന്ന ആളല്ലേ. എനിക്ക് എന്ത് ചെയ്യാൻ പ്രാപ്തിയുണ്ടോ അതിനെ അനുഗ്രഹിപ്പാൻ ദൈവം വിശ്വസ്തനാണ്. ഹല്ലേലൂയ. നിങ്ങളുടെ ഭാഷയാണ് ദൈവം പ്രയോജനപ്പെടുത്തും. നിങ്ങളുടെ അറിവുണ്ട്. ചിലരോടൊക്കെ സംസാരിക്കാൻ കഴിവുണ്ട്. ചിലർക്ക് ചില ജോലി തന്നെ ടെക്നിക്കലി നോളജ് ഉണ്ടായിരിക്കാം. ചിലർ സ്കില്ലായിട്ട് ചില കാര്യങ്ങളുണ്ട്. ചിലർക്ക് ചില കാര്യങ്ങൾ പെട്ടെന്ന് ചിന്തിക്കാൻ പ്രാപ്തിയുണ്ട്. ആസ് വി നോ ദാറ്റ് സം ഓഫ് യു ഹാവ് ടാലൻസ് ആൻഡ് ഗിഫ്റ്റ്. ചിലർക്ക് പാടാൻ പറ്റും, ശുശ്രൂഷിക്കാൻ പറ്റും. അതിനെ ദൈവം പ്രയോജനപ്പെടുത്തുന്നു. പത്രോസ് പറഞ്ഞ ഒരു കാര്യം ചെയ്യണം, വലയെടുത്തുകൊണ്ടൊന്നും പോകരുത്. പത്രോസ് ഈ മീൻ പിടിക്കാൻ പറഞ്ഞ പുള്ളിക്ക് ഉടനെ ഓർമ്മ എന്താ വരുന്നത്? വലയെടുത്തുകൊണ്ട് വെള്ളത്തിൽ ചാടുന്ന പരിപാടിയൊക്കെ. അപ്പോൾ അത് പറയും, ഈ പ്രാവശ്യം എന്തോ എടുക്കണ്ട, നമുക്ക് ടാക്സ് അടച്ചാൽ മാത്രമേ ഉള്ളൂ, അത്രയേ ഉള്ളൂ നമ്മുടെ ആവശ്യം. അതുകൊണ്ട് ഒരു ചൂണ്ട എടുത്തുകൊണ്ട് പോകാൻ പറഞ്ഞു. പുള്ളി ഒരു ചൂണ്ടക്കാരനൊന്നുമല്ല. പുള്ളി സാധാരണ നമുക്കറിയാവുന്ന പത്രോസ് എങ്ങനെ പോകുന്ന ആളാണ്. വലയും കൊണ്ട് പോകുന്ന ആളാ. അല്ലെങ്കിൽ അങ്ങനെ പെരുത്ത മീൻ കൊണ്ട് പിടിച്ചതും പോയതൊക്കെ നമുക്കറിയാം. പിന്നെ പിന്മാറ്റത്തിൽ പോയപ്പോഴും പുള്ളി ചൂണ്ട എടുത്തുകൊണ്ടല്ല പോയത്. എന്താ പോയത്? അല്ല, ഈ ഒരിക്കലുള്ള എക്സ്പീരിയൻസ് ആണെങ്കിൽ പുള്ളി എന്തെടുത്തോണ്ടായിരുന്നു പോകേണ്ടത്? ചൂണ്ട എടുത്തോണ്ടായിരുന്നു പോകേണ്ടത്. പുള്ളി വലയുടെ ആളാണ്. കാരണം അങ്ങനത്തെ ഒരു വല വീശുകാരനാണ്, നല്ല വല വീശുന്ന ആൾ. പക്ഷേ യേശു പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യണം, ചൂണ്ട എടുത്തുകൊണ്ട് ചെന്ന് കടലിലേക്ക് പോയി എന്ത് ചെയ്യണം? ചൂണ്ടയിടാൻ പറഞ്ഞു. ചൂണ്ടയിടുമ്പോൾ അല്ലെങ്കിൽ ആദ്യം കിട്ടുന്ന മത്സ്യത്തെ പുറത്തോട്ട് എടുക്കണം. ഇനി ആലോചിച്ച് നോക്കി, അതിൻ്റെ വാ തുറന്നു നോക്കണം, ഇവിടെ വരെ നിൽക്കണം. ഇവിടെ വേറെ നിന്ന് കഴിഞ്ഞാൽ പത്രോസ് എന്ന മുക്കുവൻ്റെ പാരമ്പര്യ മുക്കുവൻ്റെ മനസ്സിൽ കൂടെ പോകുന്നത് ഏത് മീനിൻ്റെ വാ തുറന്നാൽ എന്ത് കാണാൻ പറ്റും? ഇത്രയും ഓർത്താൽ മതി. നിങ്ങളറിയാം, നിങ്ങൾ മീനിൻ്റെ വായൊക്കെ പൊളിച്ച് നോക്കിയിട്ടുണ്ടല്ലോ. നാട്ടിൽ കൊല്ലം ജില്ലയിൽ നിന്നൊക്കെ വന്നവർക്കറിയാം. നാട്ടിൽ മീനിൻ്റെ തങ്കശ്ശേരിയിലൊക്കെ അതിൻ്റെ പിന്നെ സ്കെയിൽ ഇങ്ങനെ തുറന്നു നോക്കി. എന്തിനാ? പച്ചയാണോ എന്ന് അറിയാൻ വേണ്ടി. നല്ലതല്ലേ അല്ലേ? നമുക്കറിയാം. ഇവിടെ നോക്കിയിട്ട് ഒരു കാര്യമില്ല. നമുക്കറിയാം ഇത് എന്തെല്ലാമെന്നറിയാം. ഇത് പച്ചയല്ലെന്ന് അറിയാൻ പറ്റും. പിന്നെ ക്രമ കൊണ്ട് നമ്മളങ്ങ് ജീവിച്ചു പോകുന്നതാണ് അല്ലേ? പച്ചയല്ലെന്ന് അറിയാൻ പറ്റും. പക്ഷേ പത്രോസിനറിയാം, ഇതിൻ്റെ വാ തുറന്നാൽ നാറുന്ന കുടൽ മാത്രമേ കാണത്തുള്ളൂ. പക്ഷേ ദൈവത്തിൻ്റെ കരം സ്പർശിച്ച. ഇനി അതിൻ്റെ 27 വാക്യം 27. എങ്കിലും നാം അവർക്ക് ഇടർച്ച വരുത്താതിരിക്കേണ്ടതിന് നീ കടലിലേക്ക് ചെന്ന് ചൂണ്ടലിട്ട് ആദ്യം കിട്ടുന്ന മീനിനെ എടുക്ക. അതിന്റെ വായ് തുറക്കുമ്പോൾ ഒരു ചതുർദ്രഹ്മ പണം നീ ഇന്ന് വരെ കാണാത്ത ഒരു നന്മ ഇതിന്റെ ആദരത്തിൽ ഒളിച്ചിരിക്കുന്നത് കാണും. അല്ലേ? നിന്റെ പ്രീ ഒക്യുപ്പൈഡ് മൈൻഡൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട്, ഇങ്ങനെയൊക്കെയാണ് സാഹചര്യം. അല്ലെങ്കിൽ ഈ എഡ്യൂക്കേഷൻ ഇതുവരെ പോസിബിലിറ്റി ഉള്ളൂ, ഈ സ്കോറിന് ഇതുവരെ സാധ്യതയുള്ളൂ, ഈ സ്ഥലത്ത് ഇത്രയൊക്കെ ഉള്ളൂ സാധ്യത. ആ പ്രീ ഒക്യുപ്പൈഡ് മൈൻഡൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് ദൈവത്തിൻ്റെ വചനത്തിന് വലയിറക്കണം. ഈ അതരത്തിൽ നിന്ന് ഇത് മാത്രമേ പുറത്തു വരത്തുള്ളൂ എന്നുള്ള നിങ്ങളുടെ ആ ചിന്താഗതികളെ ഇന്ന് രാത്രി മാറ്റിമറിച്ചിട്ട് ഈ അതരത്തിൽ നിന്നൊരു നന്മ പുറത്തു വരും. ഈ സ്ഥലത്തു നിന്നൊരു നന്മ പുറത്തു വരും. ഇവിടെ നിന്നൊരു സമൃദ്ധി പുറത്തു വരും. ഇവിടെ ഒരു വിടുതൽ ഉണ്ടാകുമെന്ന് വിശ്വസിക്കണം. ഹല്ലേലൂയ. നീ അത് പുറത്തെടുക്കുമ്പോൾ ഒരു ചതുർദ്രഹ്മ പണം കിട്ടും. അത് നിനക്കും എനിക്കും വേണ്ടി കൊടുക്കുക. പത്രോസ്, നീ പോലും അറിഞ്ഞില്ല, നിന്റെ കാര്യം സ്വർഗം അറിയുന്നുണ്ടായിരുന്നു. ഇന്ന് രാത്രി നിങ്ങൾ ഹല്ലേലൂയ കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കാര്യം ദൈവം അറിയുന്നുണ്ടെന്ന്. ഹല്ലേലൂയ. നിങ്ങളുടെ കാര്യത്തിന് വേണ്ടി നിങ്ങൾ തലതല്ലി കരഞ്ഞ് പ്രാർത്ഥിച്ചില്ലെങ്കിലും ദൈവവിഷയമായി നിങ്ങൾ സമ്പന്നരാകുവാൻ ഇന്ന് രാത്രി തീരുമാനിച്ചാൽ അതിന് നന്മ മറുപടിയായി നിങ്ങളുടെ കാര്യം കൂടെ ചേർത്ത് വെച്ച് പണിയുന്ന ദൈവത്തിൻ്റെ പണിക്കായി ഞാൻ അത്യുന്നതിന് സ്തോത്രം ചെയ്യുന്നു.
ഇന്നലെ കണ്ട് തഴമ്പിച്ച കണ്ട് പരിചയപ്പെട്ട കടലിലെ ഹല്ലേലൂയ മത്സ്യത്തിൻ്റെ ഉടലിൽ നിന്ന്, വയറ്റിൽ നിന്ന്, വായിൽ നിന്ന് പുറത്തു വരുന്നത് ഹല്ലേലൂയ വിലയില്ലാത്ത, വിലപിടിപ്പില്ലാത്ത പലതുമാണെന്ന് പലർക്കും തോന്നിയേക്കാം. പക്ഷേ ഞാൻ ആത്മാവിൽ ദൂത് കൈമാറുന്നു. സ്വർഗം പറഞ്ഞിട്ടാണ് ഈ പട്ടണത്തിൽ വന്നെങ്കിൽ, സ്വർഗം പറഞ്ഞിട്ടാണ് അധ്വാനിച്ചതെങ്കിൽ, സ്വർഗം പറഞ്ഞിട്ടാണ് നീ ചൂണ്ടയിട്ടതെങ്കിൽ, നീ പിടിക്കുന്ന മത്സ്യത്തിൻ്റെ അതിരത്തിൽ നിന്റെ ഉപജീവനത്തിൻ്റെ വഴി ഉണ്ടാകുമെന്ന് ആത്മാവിൽ ദൂത് പറഞ്ഞാൽ എത്ര പേർ അതിന് ആമേൻ പറയും? എത്ര പേർ അത് ഏറ്റെടുത്ത് സ്തോത്രം ചെയ്യും? അത് ഞാൻ കൈ നീട്ടുന്ന സ്വർഗം പറഞ്ഞതാണെങ്കിൽ, ഈ കടൽ തീരത്ത് സ്വർഗമാണ് എന്നെ കൊണ്ടതെങ്കിൽ, ഈ ഹല്ലേലൂയ സമൂഹത്തിൽ ദൈവമാണ് എന്നെ അയച്ചതെങ്കിൽ, ഞാൻ എറിയുന്ന ചൂണ്ടയ്ക്കകത്ത്, കുടുങ്ങുന്ന മത്സ്യത്തിനകത്ത്, ഞാൻ അപ്ലൈ ചെയ്യുന്ന ജോലിക്കകത്ത് എൻ്റെ ഉപജീവനത്തിൻ്റെ വഴി ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നവർ, അങ്ങനെ പറയുവാൻ ആത്മാവിനെ ഹേമിക്കുന്നത് കൊണ്ട് ഇന്ന് രാത്രി ഞാൻ ദൂത് പറയുന്നു. നീ എറിയുന്ന ചൂണ്ടയ്ക്കകത്ത്, നീ അയക്കുന്ന ആപ്ലിക്കേഷനകത്ത് നിന്റെ ഉപജീവനത്തിൻ്റെ മാർഗമുണ്ടാകുമെന്ന് നീ വിശ്വാസത്തോടെ ഇന്ന് രാത്രി ഹല്ലേലൂയ നിന്റെ ഒപ്പിനപ്പുറത്ത് ദൈവത്തിൻ്റെ കയ്യൊപ്പ് അതിൻ്റെ മേലുണ്ടെന്ന്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം അസാധ്യതകളെ സാധ്യമാക്കുന്ന ദൈവമാണ്. സാധാരണ കാര്യങ്ങൾ ചെയ്തിട്ട് കയ്യടി നേടുന്ന ദൈവമല്ല. വെൻ ഗോഡ് ഡു സംതിങ് ദാറ്റ് വിൽ നെവർ ഹാവ് എനി റെഫറൻസ് ഫോർ ദാറ്റ്. ദൈവം ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് റെക്കോർഡിലുള്ള കാര്യമൊന്നും ദൈവം ചെയ്യത്തില്ല. ഹല്ലേലൂയ, പ്രല്ലിയ. ദൈവം ചെയ്യുന്നത് റെക്കോർഡിലില്ലാത്ത കാര്യമാണ് ചെയ്യുന്നത്. ആരും ചെയ്യാത്ത കാര്യമാണ് ദൈവം ചെയ്യുന്നത്. ഹല്ലേലൂയ. ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത പരാക്രമശാലിയാണ്. ഹല്ലേലൂയ. അസാധ്യങ്ങളെ സാധ്യമാക്കുന്നവനാണ് നമ്മുടെ ദൈവം എന്നറിയണം. സ്തോത്രം. പണ്ടുള്ളവയെ നിങ്ങൾ ഓർക്കണ്ട, മുമ്പുള്ളവയെ നിരൂപിക്കണ്ട. ഇതാ ഞാൻ പുതിയൊന്ന് ചെയ്യുന്നു. സ്തോത്രം. നമ്മുടെ ഒരു കാര്യം ദൈവം സാധിച്ചെടുക്കാൻ വേണ്ടി ദൈവത്തിന് ഹല്ലേലൂയ ബാങ്ക് കൊള്ളയടിക്കൊന്നും വേണ്ട കേട്ടോ. ഞാൻ പണത്തിൻ്റെ കാര്യമാണെങ്കിൽ ഹല്ലേലൂയ, ദൈവത്തിന് അങ്ങനെ വന്ന ഒരു കാര്യം ചെയ്തൊക്കെ ഞാൻ ബാങ്ക് ഓഫ് കാനഡ പോയി കൊള്ളയടിച്ചിട്ട് ഇവർക്ക് എല്ലാവരുടെ കുറച്ച് കാശ് കൊടുക്കും, അങ്ങനൊന്നുമല്ല. സ്തോത്രം. കിണറ്റിലെ പച്ചവെള്ളം മതി കുടുംബത്തിലെ കല്യാണം നടക്കാൻ. Can you believe that? ഹല്ലേലൂയ. എൻ്റെ കുടുംബത്തിൽ ഹല്ലേലൂയ ആഘോഷം മുടങ്ങാതിരിക്കേണ്ടതിന്, എൻ്റെ കുടുംബത്തിൽ തുടങ്ങി വെച്ച് ഈ ആഘോഷം അവസാനിക്കാതിരിക്കേണ്ടതിന് എൻ്റെ കുടുംബത്തിൽ വെറും പച്ചവെള്ളം മതി. നിറമില്ലാത്ത, മണമില്ലാത്ത, ഗുണമില്ലാത്ത, രുചിയില്ലാത്ത, വിലയില്ലാത്ത പച്ചവെള്ളത്തെ നിറമുള്ള, മണമുള്ള, ഗുണമുള്ള, വിലയുള്ള ഹല്ലേലൂയ മധുരമുള്ള ഹല്ലേലൂയ വീഞ്ഞാക്കി മാറ്റുവാൻ അവൻ ഒരു വാക്ക് മാത്രം കൽപ്പിച്ചാൽ മതി. ഇന്ന് രാത്രി ഹല്ലേലൂയ ഞാൻ എപ്പോഴും ഹല്ലേലൂയ അറിവില്ലാത്ത സമയത്ത് ഹല്ലേലൂയ വചനം വെളിപ്പാട് കിട്ടാത്ത സമയത്ത് എൻ്റെ തലയിൽ കൈവച്ച് ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവേ ഈ വെറും പച്ചവെള്ളത്തെ ഒരു വീഞ്ഞു പാത്രമാക്കി മാറ്റണമേ. അതിരത്തി തൊട്ട് എത്രയോ രാത്രി പ്രാർത്ഥിച്ചിട്ടുണ്ട്, കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് കരഞ്ഞിട്ടുണ്ട് ദൈവത്തിൻ്റെ പ്രവൃത്തിക്കായി. ഇന്ന് രാത്രി നിങ്ങൾക്കും പറയാം, കർത്താവേ എൻ്റെ വെറും പച്ചവെള്ളം മാത്രമേ ഉള്ളൂ, കോരിക്കോരി മടുത്ത പച്ചവെള്ളം, മറ്റുള്ളവരുടെ കാല് മാത്രം കഴുകുന്ന പച്ചവെള്ളം, മറ്റുള്ളവർ കണ്ടാൽ വിലയില്ലാത്ത പച്ചവെള്ളം, കൽപ്പാത്രത്തിൽ മാത്രം ഒതുങ്ങി പുറംവക്കിൽ ഇരുന്നു പോയ കൽപ്പാത്രം. പക്ഷേ ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ ദൂത് പറയുന്നു, നിന്റെ നില മാറ്റുന്ന, നിന്റെ വില മാറ്റുന്ന, നിന്റെ നിറം മാറ്റുന്ന, നിന്റെ അവസ്ഥ മാറ്റിയിട്ട് സ്ഥാന ചലനമുണ്ടാക്കി കലവറയ്ക്കുള്ളിലേക്ക് എടുത്തപ്പെട്ട് ഈ നല്ല വീഞ്ഞ് ഇതുവരെ എവിടെ കരുതി വെച്ചിരുന്നുവെന്ന് മറ്റുള്ളവർ ചോദിക്കുമാറുള്ള ചില പുത്തൻ ആത്മീയ അനുഭവങ്ങൾ എൻ്റെയും നിങ്ങളുടെ അകത്ത് തരുവാൻ ഇന്ന് രാത്രി ദൈവം വിശ്വസ്തനാണ്. വൈഷപ്രൗഢേ അംദല വൈഡമൻ ആദികൻ അധര ജുനകാരാധല വൈഡേ ഉടാരമനസ്തരാധികന. തലകുനിച്ചു പോകുമെന്ന് പറഞ്ഞിടത്ത് തല ഉയർത്തി ശ്രേഷ്ഠതയോടെ പുറത്തെടുക്കുവാൻ ഇന്ന് രാത്രി ദൈവത്തിന് പദ്ധതിയുണ്ട്. പണ്ടുള്ളവയെ നിങ്ങൾ ഓർക്കണ്ട, പണ്ടത്തെ ചരിത്രം പറയണ്ട, പണ്ടത്തെ കാര്യങ്ങൾ ചിന്തിക്കണ്ട. ഇതാ ബിഹോൾ ഐ ഡു എ ന്യൂ തിങ്സ്, ഇതാ ഞാൻ പുതിയ ഒന്ന് ചെയ്യുന്നു. വൈശ്വരാദിയാന യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നു, അങ്ങനെ സംഭവിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നു, അങ്ങനെ സംഭവിക്കട്ടെ. ഹല്ലേലൂയ. ഒരു പദം കൂടെ പറഞ്ഞിട്ട് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഇന്ന് രാത്രി അത് വിശ്വാസത്തോടെ നമ്മൾ ഏറ്റെടുക്കണം. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 39-ാമത് വാക്യം നമുക്ക് വായിക്കാം. യേശു ബെഥാനി എന്ന ഗ്രാമത്തിലേക്ക് കടന്നു ചെല്ലുന്നു. സംഭവം നിങ്ങൾക്കറിയാം. അവിടെ മാർത്ത, മറിയ എന്ന 2 സഹോദരിമാർ, അവർക്ക് ഹല്ലേലൂയ ഏക സഹോദരനായ ലാസറസ് പെട്ടെന്ന് ദീനം പിടിക്കുന്നു, മരിക്കുന്നു. 4-ാം ദിവസമാണ് യേശു അവിടെ ചെല്ലുന്നത്. അല്ലെ, സഹോദരിമാർക്ക് അവരുടെ സ്നേഹമാണ്, കാര്യമൊക്കെ ശരിയാണെങ്കിലും യേശു കല്ലറയുടെ അടുക്കിലേക്ക് ചെല്ലുമ്പോൾ മാർത്ത പറയുന്ന ഒരു പദമുണ്ട്. 11:39. കല്ലു നീക്കുവിൻ എന്ന് യേശു കൽപ്പിച്ചു. മരിച്ചവന്റെ സഹോദരിയായ മാർത്ത, ഉടനെ മരിച്ച ലാസറിന്റെ സഹോദരിയായ മാർത്ത മുന്നോട്ട് വന്ന് പറഞ്ഞു, ഗുരു നാറ്റം വെച്ചിരിക്കും, 4 ദിവസമായാലും നമുക്കിനി ഈ വിഷയം അങ്ങ് മറന്നേക്കാം. വേദനയൊക്കെ ഉണ്ട്. ആരംഭത്തിൽ ഞങ്ങൾ പ്രാർത്ഥിച്ച്, ശരിയാ ഗുരു നീ ഇവിടെ ഉണ്ടായിരുന്നു, എൻ്റെ സഹോദരൻ മരിക്കില്ലായിരുന്നു, അതൊക്കെ ഞങ്ങൾ പറഞ്ഞ് സാക്ഷ്യം പറഞ്ഞതും പ്രസംഗിച്ചതൊക്കെ ശരിയാണ്. പക്ഷേ ഇനിയും തൊടണ്ട, ഈ വിഷയം തൊട്ടാൽ എന്ത് ചെയ്യും? മാറ്റം. ഇനി നമുക്ക് കുത്തി പൊക്കണ്ട. അപ്പോൾ പോട്ടെ, ഇനി 5 വർഷം പോയതങ്ങ്
പോട്ടെ, 4 വർഷം പോയതങ്ങ് പോട്ടെ. പക്ഷെ സ്വർഗം പറഞ്ഞു അങ്ങനെ ഞാൻ വിടത്തില്ല. ഞാനിവിടെ വന്നെങ്കിൽ അല്ലല്ലേ ഈ കെട്ട് ഞാൻ അഴിച്ചിരിക്കും. അല്ലല്ലയ്യ, ആര് കെട്ടിയോ അവരെ കൊണ്ട് ഞാൻ കെട്ടഴിപ്പിക്കും. അല്ലല്ലയ്യ, ആര് കല്ല് വെച്ചോ അവരെ കൊണ്ട് ഞാൻ കല്ല് മാറ്റിക്കും. നാറ്റമെന്ന് സ്വന്തം സഹോദരി പറഞ്ഞ വിഷയമാണ്. നിങ്ങളെ നോക്കി പലപ്പോഴും കുടുംബക്കാരും വീട്ടുകാരൊക്കെ എങ്ങനെ പറഞ്ഞു കാണും, ദർ ഇസ് നോ ഹോപ്പ്. അല്ലല്ലയ്യ, ഇനി ഒരു സാധ്യതയില്ല, ഇനി ഒരു പ്രതീക്ഷയില്ല. കൂട്ടുകാരും സ്നേഹിതരും ഒക്കെ പറഞ്ഞു കാണും സാധ്യതയില്ല, കാരണം നോ ഹോപ്പ്. അകത്തെടുത്തു കഴിഞ്ഞു, ഇനി നാറ്റം വെച്ചു. 4 ദിവസമായി, 4 വർഷമായി, 4 മാസമായി, വിഷയം കഴിഞ്ഞു പോയി, ഇനിയും തൊടണ്ട. പക്ഷേ സ്വർഗം പറയുന്ന അങ്ങനല്ല. ഹല്ലേലൂയ. ഇനി 12-ാം അധ്യായത്തിലേക്ക് വരാം. ഏത് ഭവനത്തിനകത്ത് നാട്ടുകാരും വീട്ടുകാരും സഹോദരിമാരും സഹോദരന്മാരും നാറ്റമെന്ന് പറഞ്ഞോ, അവിടെ ഒരു ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ടു. 12-ാം അധ്യായം 1 തൊട്ട്. യേശു മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ലാസറിന്റെ ഗ്രാമമായ ബഥാനിയയിൽ 6 ദിവസം കഴിഞ്ഞ് വന്നു. അവിടെ അവർ അവനൊരു അത്താഴമൊരുക്കി. അവനൊരു അത്താഴമൊരുക്കി. ലാസറും അവനോടുകൂടെ എവിടെ ഇരിപ്പുണ്ട്? പന്തിയിൽ. അപ്പോൾ മറിയ വിലയേറിയ സ്വച്ഛ ജടാംസ തൈലമെടുത്ത് യേശുവിന്റെ കാൽക്കൽ ഒഴിച്ചു. തൈലത്തിന്റെ സൗരഭ്യം കൊണ്ട് വീട് നിറഞ്ഞു. 6 ദിവസം മുമ്പ് നാറ്റമെന്ന് പറഞ്ഞിടത്ത ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ ദൂത് പറയുന്നത് അവിടെ സൗരഭ്യം കൊണ്ട് നിറഞ്ഞെന്ന്. ക്യാൻ യു ബിലീവ് ദാറ്റ്? ഇന്ന് രാത്രി വിശ്വസിക്കാൻ പറ്റും? നാറ്റമെന്ന് പറഞ്ഞിടത്ത ഒരു സൗരഭ്യം, നാട്ടുകാരും വീട്ടുകാരും നാറ്റം കഴിഞ്ഞുവെന്ന് പറഞ്ഞിടത്ത ഒരു സൗരഭ്യം, അത് വീട് മുഴുവൻ നിറയ്ക്കുന്ന സൗരഭ്യം. നാട് മുഴുവൻ പാട്ടായ വിഷയത്തിൽ ഇന്ന് രാത്രി ഒരു സൗരഭ്യം നിറയ്ക്കുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. നാട് മുഴുവൻ അവസാനിച്ചു എന്ന് പറഞ്ഞിടത്ത് കല്ലറ വാതുക്കൽ എല്ലാവരും വിലപിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഇത് നാറ്റമാണ്, ഇനി തൊട്ടുപോകരുത്, ഇനി തുറക്കണ്ട, സ്നേഹം ശരി, ഹല്ലേലൂയ, കരുണയുണ്ട്, കരുതലുണ്ട്, ശാര്യം ശരിയാ, പക്ഷേ ഇനി ഞങ്ങൾക്ക് പ്രതീക്ഷയില്ല എന്ന് പറഞ്ഞിടത്ത് നിന്റെ മുറിക്കകത്തൊരു സൗരഭ്യം വരുത്തുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഞാൻ ആത്മാവിൽ വിശ്വസിക്കുന്നു, ഞാൻ ആത്മാവിൽ അത് ഏറ്റെടുക്കുന്നു. ഹല്ലേലൂയ. ഞങ്ങൾ നാറ്റമെന്ന് കഴിഞ്ഞുവെന്ന് പറഞ്ഞിടത്ത്, അവസാനിച്ചു എന്ന് പറഞ്ഞിടത്ത് എത്ര പേരെല്ലാം കണ്ണു അടച്ചാട്ട് കണ്ണുനീരോടെ ഇന്ന് രാത്രി പ്രാർത്ഥിക്കാൻ പോകുകയാണ്.